നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായമാണ്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഒരു കമ്പിവാചകങ്ങളിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അർത്തിമോസിൻ്റെ ചില പ്രത്യേകതകളൂടെ ഒന്ന് വളരെ വേഗത്തിൽ പറയട്ടെ. അർത്തിമോസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എന്തുമാണ്, ഫലഭൂയിഷ്ഠത അതിൻ്റെ ഒരു ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു, അവിടെ ഒത്തിരി ടെമ്പിളുകളുണ്ട് എന്നൊരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള ഒരു സെൻറ്ററാണ് ആ ഒരു എഫസോസ് എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലൊക്കെ ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹബ്ബാണ് എന്ന് പറഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കിട്ടുന്ന ഒരു മെയിൻ ഏരിയ കൂടി ആയതുപോലെ തന്നെ ഈ ഒരു പ്രത്യേകമായ തലവും അങ്ങനെയാണ് എന്നൊരു കാര്യം അവിടെ കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷമായിട്ട് നമുക്കവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ആത്മീക തലത്തെക്കുറിച്ചുള്ള മാറ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അവിടെ എന്തുകൊണ്ടാണ് ഈ സുവിശേഷം ആ ഒരു പ്രദേശത്ത് പ്രശ്നമുണ്ടാക്കിയത് എന്നൊരു കാര്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവിടെ ഐഡൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ ബിസിനസ്സിനെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ആ എഫേസ്യ ലേഖനത്തിന് 1-ാമത്തെ അധ്യായത്തിൽ വളരെ കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് മക്കഡോനിയയിലോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. മക്കഡോനിയൻ വിളി പ്രകാരം പോകുമ്പോൾ അവിടെ വെളിച്ചപ്പാടത്തിക്കാരിയായ ഒരു സഹോദരി പറയുന്ന ഒരു കാര്യമുണ്ട്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തെ അവിടെ തിരുത്തി പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസ് അതിനെ ശാസിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ആ ദൈവത്തിൻ്റെ ദാസനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടൊരു അഹങ്കാരം, ഒരു നിഗളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആ ഒരു കാര്യത്തെ മനസ്സിലാക്കി മുന്നോട്ട് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കാര്യത്തെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതൊരു ബിസിനസ്സാണ്. അവരുടെ ബിസിനസ്സിന് എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് ആ ബിസിനസ്മാൻ ആയിരിക്കുന്ന ആളുകൾ അവരുടെ ബിസിനസ് നഷ്ടപ്പെടുന്നു എന്നൊരു ചിന്ത വന്നപ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത്, അതൊരു തരത്തിലുള്ള ഒരു പ്രശ്നത്തിലോട്ട് കടന്ന് പോയത്. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് കടന്നു പോകുന്നു. അതിനുശേഷം അവിടെ എന്താണ് എഫസോസിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. ഒത്തിരി ആളുകൾ എന്ത് ചെയ്തു, യേശുവിൽ വിശ്വസിച്ചു. അതിനുശേഷമായിട്ട് അവരുടെ പല ബുക്കുകൾ അവരെന്ത് ചെയ്തു, കത്തിച്ച് കളഞ്ഞു. ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ ബുക്കുകളൊക്കെ കത്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉടച്ചിട്ടാണോ ഇരിക്കുന്നത്? അല്ല എങ്കിൽ ഇന്ന് കുറച്ചും കൂടെ വിഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. ആ സമയത്ത് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഉടയ്ക്കാം. അപ്പോൾ അമേൻസറും ബൈബിൾ സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചില കാര്യങ്ങളെ മാറ്റണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പ്രിയമുള്ളവരായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് നമ്മൾ കടന്ന് പോകുകയാണ്. ഞാൻ അത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു 2 കാര്യങ്ങളൊന്ന് അതിനെ ബന്ധപ്പെടുത്തി അർത്തിമസിനെയും കർത്താവ് യേശുക്രിസ്തുവിനെ ഒരു കണക്ഷൻ ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു ബ്രോഷറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കാര്യത്തിൽ ഒന്ന് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അർത്തിമസ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ കർത്താവ് എന്ന് പറയുന്നത്, കർത്താവിനെ കുറിച്ച് പറയുന്നത്, കർത്താവിൻ്റെ വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ മന്ദിരമാണ് എന്നൊരു കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അർത്തിമിസ് ഒരു വിഗ്രഹമാണ്, എന്നാൽ കർത്താവ് ഒരു ലിവിങ് ഗോഡാണ്, ജീവനുള്ള ഒരു ദൈവമാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടാണ് അർത്തിമിസിനെ പലരും കാണുന്നത്. ഞാനൊരു കാര്യം ഇവിടെ തുറന്ന് സംസാരിച്ചോട്ടെ. നമ്മളിൽ പല ആളുകളും ഇന്ന് കർത്താവിനെ കാണുന്നത് എന്തായിട്ടാണ്, ബ്രോക്കറായിട്ടാണ്. സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട്, വീട് വാങ്ങാൻ വേണ്ടിയിട്ട്, കാറ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ബ്രോക്കറായിട്ടാണ് കർത്താവിനെ ഈ കാലഘട്ടത്തിൽ പലരും കാണുന്നത്. എന്നാൽ കർത്താവ് നമുക്ക് പ്രതിനിധാനം ചെയ്യുന്നത് ഏതെങ്കിലും ബ്രോക്കർഷിപ്പ് അല്ല, നിത്യജീവനാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം, അർത്തിമിസിനെ ആരാധിച്ചുകൊണ്ടിരുന്നത് പേടിയോട് കൂടിയിട്ടാണ്. ഇന്ന് കർത്താവിനെ നമ്മൾ ആരാധിക്കേണ്ടത് പേടി കൊണ്ടല്ല. പക്ഷേ പല സഭയുടെ അകത്തും നമ്മൾ കർത്താവിനെ എങ്ങനെ ആരാധിക്കുന്നത്, കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ പാസ്റ്റർ എന്നെ ചീത്ത പറയൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പള്ളിയിൽ പോകുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ഒരു കുഞ്ഞിനോട് മമ്മിയോട് കുഞ്ഞിനോട് മമ്മി ഇങ്ങനെ പറയുവാണ്. ആ പാട്ട് ഇങ്ങനെ പറയുന്നത്, പണ്ട് പഠിച്ചൊരു പാട്ടാണ്. മമ്മി സൺഡേ അല്ലേ പള്ളിയിൽ പോണേ. കുഞ്ഞ് മമ്മിയോട് പറയുക. അപ്പോൾ മമ്മി പറയുക, വേണ്ട മോനെ ഇന്ന് ട്യൂഷന് പോകണ്ടേ. ആ അമ്മമാരൊക്കെ ഇന്ന് കുഞ്ഞുങ്ങളുടെ പുറകെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. മക്കളെ ഇന്ന് നാളെ സൺഡേ ആണ്, പള്ളിയിൽ പോകണമെന്നൊക്കെ പറയുമ്പോൾ മക്കൾ പറയുന്ന കാര്യം എന്തുവാ, വേണ്ട മമ്മി ഇന്ന് ഓൺലൈൻ സർവീസ് ഉണ്ടല്ലോ എന്ന്. കാലഘട്ടം മാറി. അപ്പോൾ അമേൻസുറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് അമേൻസുറിഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമെന്നുള്ളൊരു പേടി നിമിത്തമായിട്ടായിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യുന്നത്, കർത്താവിനെ ആരാധിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അർത്തിമോസിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീകമായ ഒരു പരിവർത്തനം ഉണ്ടാകണം. അതാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. അങ്ങനെ വന്ന് ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അപ്പോസ്തലനായ പൗലോസിന് എഫേസ്യ സഭയുമായിട്ടുള്ള ബന്ധമാണ്.
ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങളൂടെ സൂചിപ്പിച്ച് വളരെ വേഗത്തിൽ 1-ാം അധ്യായത്തിലൂടെ കിടക്കും. അപ്പോസ്തലനായ പൗലോസിന് എഫെസോസുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അപ്പോസ്തലനായ പൗലോസിന് എഫെസോസ് സഭയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ചുമ്മാ പുള്ളിക്കാരൻ ഒരു ഗസ്റ്റ് പാസ്റ്ററായിട്ട് പോയതാണോ? നമ്മൾ എന്തുവാ ചിന്തിക്കുന്നത്? നമ്മുടെ ഉത്തരങ്ങളൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അപ്പോസ്തലനായ പൗലോസ് ചുമ്മാ കടന്നു പോയതല്ല. അപ്പോസ്തലനായ പൗലോസ് അവിടെ കടന്നു പോകുന്നതിന് കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അതാണ് നമ്മളിനി പഠിക്കുവാൻ പോകുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും വളരെ വേഗത്തിൽ ആ ഒരു കാര്യത്തെ സംസാരിക്കട്ടെ. ഒന്നാമത്തെ പോയിന്റ്, അപ്പോസ്തലനായ പൗലോസാണ് ഈ സഭ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ ഒരു ഫൗണ്ടറായിട്ട് അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും നമ്മൾ അടുത്ത ഇതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പ്രിയമുള്ളവർക്ക് അത് എഴുതണമെങ്കിൽ എഴുതാം. അപ്പോസ്തലനായ പൗലോസാണ് ഈ ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുക മാത്രമല്ല, അദ്ദേഹം ഏകദേശം 3 വർഷത്തോളം എഫെസോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. എഫെസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അത് നമുക്ക് വചനത്തിലൂടെ തന്നെ ഒന്ന് വായിച്ച് പ്രിയമുള്ളവർക്ക് അത് കൺഫേം ചെയ്തു തരാം. 3 വർഷം എന്ന് പറയുന്നത് എഫെസോസിൽ അപ്പോസ്തലനായ പൗലോസ് പ്രവർത്തിച്ചു എന്നുള്ളത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെളിയിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ 3 മാസം പഠിപ്പിച്ചു എന്നൊരു കാര്യം പറയുന്നു. നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്യണം, പഠിപ്പിക്കുന്ന കാര്യം കറക്റ്റ് തന്നെയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ 3 മാസം എന്ന് പറയുന്ന ഒരു കണക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ 2 വർഷം എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അവിടെ 2.3 2 വർഷവും 3 മാസവും എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കിട്ടും. ഇനി അതിനുശേഷമായിട്ട് 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. 20-ന്റെ 31 അവിടെ പറയുന്നു, അതുകൊണ്ട് ഉണർന്നിരിക്കുവിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ടും ഓരോരുത്തരെ ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. അവിടെ 3 വർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോസ്തലനായ പൗലോസ് 3 വർഷത്തോളം എഫെസോസിൽ നിന്നിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ചർച്ചുമായിട്ട് അത്തരത്തിലൊരു ആത്മീക ബന്ധമുണ്ട്. മനസ്സിലായോ? ആ ആത്മീക ബന്ധത്തിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്പിരിച്വൽ പിതാവ്, ആത്മീക പിതാവ് എന്ന നിലവാരത്തിൽ എഫെസോസ് സഭയ്ക്ക് വേണ്ടിയിട്ട് ഈ ലേഖനം എഴുതുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഒന്നാമത്തെ കാര്യം, അപ്പോസ്തലനായ പൗലോസാണ് ആ ചർച്ചിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതിനുശേഷമായിട്ട് 3 വർഷം അദ്ദേഹം അവിടെ എന്ത് ചെയ്തു, മിനിസ്ട്രി ചെയ്തു. അതിനുശേഷമായിട്ട് അവിടെ ഈ ചർച്ച് എഫെസോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഉണർവിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറി. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അവിടെ എഫെസോസിൽ നിന്നാണ് ഏഷ്യ മൈനറിലോട്ടും മറ്റ് പ്രത്യേകമായ സ്ഥലങ്ങളിലോട്ടൊക്കെ എന്ത് പോയത്, സുവിശേഷം സ്പ്രെഡ് ചെയ്തത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷമായിട്ട് ഈ തിമത്തിയോസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒരു കീ ലീഡറായിട്ട് മാറി. അത് 1 തിമത്തിയോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 1 തിമത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അന്യത ഉപദേശിക്കരുതെന്നും 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്ന കാര്യം ഇങ്ങനെ, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം. അപ്പോൾ നമ്മുടെ ഇടയിൽ എന്തുണ്ട്, ഇന്ന് ചില കേട്ടുകഥകളുണ്ട്. നമ്മുടെ ഇടയിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേൻസോറിനും ചെയ്യുന്നു. പലപ്പോഴും പല ആളുകളും ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെയാണ്, പല കെട്ടുകഥകളുടെ പുറകെ നടക്കുമ്പോൾ ഇന്ന് വചനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും കെട്ടുകഥകൾക്കല്ല നമ്മൾ വഴങ്ങേണ്ടത്. 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ സംസാരിച്ചു. 1, അപ്പോസ്തലനായ പൗലോസ് അത് സ്ഥാപിച്ചു. 2, 3 വർഷം താൻ എഫെസോസിലായിരുന്നു. 3-ാമത്തെ പ്രത്യേകത, ഇതൊരു ഇവാഞ്ചലിസത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറി. അതിനുശേഷമായിട്ട് തിമത്തിയോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു നിജപുത്രൻ അല്ലെങ്കിൽ ആത്മീക പുത്രൻ, അദ്ദേഹം അതിൻ്റെ ഒരു കീ ലീഡറായിട്ട് മാറി. അതിനുശേഷമായിട്ട് ഇതൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് ഒരു കാര്യമായിട്ട് മാറി. ഇനി വളരെ വേഗത്തിൽ ഞാൻ ഇതിൻ്റെ ചാപ്റ്റർ സമ്മറി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 6 ചാപ്റ്റേഴ്സ്, അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിലും മെയിൻ ആയിട്ടുള്ള വിഷയങ്ങൾ എന്ത് എന്നൊരു കാര്യം, അതിൻ്റെ താഴെ ഒത്തിരി എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് നമ്മൾ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് ഡീപ്പായിട്ട് എടുക്കാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത ക്രിസ്തുവിലുള്ള ആത്മീക അനുഗ്രഹങ്ങൾ. 1-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത ക്രിസ്തുവിലുള്ള ആത്മീക അനുഗ്രഹങ്ങൾ. സ്പീഡ് കൂടുന്നുണ്ടോ പ്രിയമുള്ളവർക്ക്? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം.
കാരണം ഇന്ന് ഈ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തീർക്കേണ്ട ഒരു ഭാഗമാണ്. പക്ഷേ ഈ ഒരു ഭാഗം തീർത്തും മുന്നോട്ട് പോയാലേ ഇന്ന് കൃത്യമായിട്ട് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഒരു സെക്ഷനിലൂടെ 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് സംസാരിക്കും. 1-ാം അധ്യായം ക്രിസ്തുവിലുള്ള ആത്മീകമായ അനുഗ്രഹങ്ങൾ. 2-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ഈ കൃപയാലുള്ള ആ ഒരു രക്ഷയെക്കുറിച്ച്, ക്രിസ്തുവേശുവിലുള്ള കൃപയാലുള്ള രക്ഷയെക്കുറിച്ചാണ് 2-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തുവേശുവിലുള്ള കൃപയാലുള്ള രക്ഷ. 3-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു വലിയ ആ ഒരു മിസ്റ്ററി, ആ ഒരു രഹസ്യം അത് റിവീൽ ചെയ്യുകയാണ്. ആ മിസ്റ്ററി റിവീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് 3-ാം അധ്യായം. ഞാൻ ഒന്നുകൂടെ പറയാം. 1-ാമത്തെ അധ്യായം ക്രിസ്തുവേശുവിലുള്ള ആത്മീക അനുഗ്രഹമാണ്. 2-ാമത്തെ അധ്യായം കൃപയാലുള്ള ആ ക്രിസ്തുവേശുവിലുള്ള കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് പറയുകയാണ്. 3-ാമത്തെ അധ്യായം അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ ഒരു മിസ്റ്ററി, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മിസ്റ്ററി അത് റിവീൽ ചെയ്യുകയാണ്. 4-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത സഭയുടെ അകത്തുള്ള ഐക്യതയെക്കുറിച്ച് കാണിക്കുന്നതാണ്. സഭയുടെ അകത്ത് ഐക്യത. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിൻ്റെ ഏത് ലേഖനത്തിൽ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് അധ്യായങ്ങൾ വരുമ്പോൾ ഐക്യത അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ 4-ാമത്തെ അധ്യായം ഐക്യതയെ കാണിക്കുന്നു. 5-ാമത്തെ അധ്യായം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും നടക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. 5-ാം അധ്യായം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നടക്കണം എന്നൊരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവസാനത്തെ അധ്യായം ആത്മീകമായിട്ടുള്ള പോരാട്ടം, സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ഒരു തലമാണ്. സ്പിരിച്വൽ വാർഫെയർ. ഇങ്ങനെയാണ് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി വരുന്നത്. ഞാൻ ഒന്നുകൂടെ പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു തരാം. 1-ാമത്തെ അധ്യായം ക്രിസ്തുവേശുവിലുള്ള ആത്മീക അനുഗ്രഹം. 2-ാമത്തെ അധ്യായം സ്പീഡ് കൂടുന്നുണ്ടോ പ്രിയമുള്ളവരെ? നിങ്ങൾക്ക് കൂടെ വരാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും സ്പീഡ് ഒരു ശകലം കുറയ്ക്കാമോ? കാരണം തീർച്ചയായിട്ടും. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത ക്രിസ്തുവേശുവിലുള്ള ആത്മീക അനുഗ്രഹം. 2-ാമത്തെ അധ്യായം നമ്മൾ കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് കാണിക്കുന്നു. അതിന് താഴെ ഒത്തിരി കാര്യമുണ്ട്, അതിലൂടെ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യാത്തത്. നമ്മളത് ഓരോ അധ്യായത്തിലും ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള ആ ഒരു മിസ്റ്ററി, ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള ആ ഒരു വലിയ ആ ഒരു മർമ്മപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു തലമാണ്. 4-ാമത്തെ അധ്യായം ഐക്യതയെക്കുറിച്ച് കാണിക്കുന്നു. 5-ാമത്തെ അധ്യായം ആ ക്രിസ്തുവേശുവിലുള്ള സ്നേഹത്തിൽ നടക്കണം എന്നൊരു കാര്യം പഠിപ്പിക്കുന്നു. ലാസ്റ്റ് അധ്യായം ആത്മീകമായ പോരാട്ടം. അപ്പോൾ ഇത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഡീപ്പായിട്ട് നമ്മൾ സംസാരിക്കും. അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഒരു കമ്പിവാചകം പോലെ ആ ഒരു കാര്യം പറഞ്ഞ് പോയത്. ഞാൻ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പൊക്കോട്ടെ. അടുത്ത ഒരു ഫോട്ടോയിലൂടെ ഞാൻ പൊക്കോട്ടെ. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണെന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഓക്കെ, അടുത്ത ഒരു കാര്യം കൂടി വളരെ വേഗത്തിൽ പറഞ്ഞ് FSC ലേഖനം പഠിക്കുന്നതിൻ്റെ 10 പ്രധാനപ്പെട്ട കാരണങ്ങൾ, അത് പോയിൻ്റായിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് പ്രിയമുള്ളവർക്ക് എഴുതിയെടുക്കാം. എന്തുകൊണ്ടാണ് FSC ലേഖനം നമ്മൾ പഠിക്കുന്നത്? FSC ലേഖനം എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് 1-ാമത്തെ പോയിൻ്റ് ക്രിസ്തുവേശുവിലുള്ള ആത്മീകമായ അനുഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. 1-ാമത്തെ പോയിൻ്റ് ക്രിസ്തുവേശുവിലുള്ള ആത്മീക അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവർ എഴുതാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 1-ാം അധ്യായം 1-ാമത്തെ പോയിന്റ് ക്രിസ്തുവേശുവിലുള്ള ആത്മീകമായ അനുഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നൊരു കാര്യം. 2-ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം സഭയുടെ ഐക്യത വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാനതൊരു ജസ്റ്റ് ഹെഡിങ് മാത്രം പറഞ്ഞ് പോകുന്നത്. സഭയുടെ ഐക്യത വർദ്ധിപ്പിക്കുന്നു. 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട 3-ാമത്തെ കാരണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള അല്ലെങ്കിൽ ആ ഒരു ദൈവിക പദ്ധതി, ആ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 1, ക്രിസ്തുവേശുവിലുള്ള ആത്മീക അനുഗ്രഹത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. 2-ാമത്തെ കാര്യം അതിൻ്റെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോക്കാം. ഞാൻ പൊതുവായിട്ട് മലയാളത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അത്രയും കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് നോക്കുന്നവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം. 2-ാമത്തെ കാര്യം ഐക്യത അല്ലെങ്കിൽ സഭയുടെ ഐക്യത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. 3-ാമത്തെ കാര്യം ദൈവത്തിൻ്റെ ആ പദ്ധതി റിവീൽ ചെയ്യുന്നു. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ
അവിടെ പ്രധാനമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. ടു ഗൈഡ് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ്. പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ വാർഫെയർ. ആത്മീകമായ പോരാട്ടം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതിൽ 10 പോയിൻ്റ് അല്ല, ഇത് നമ്മൾ പർപ്പസ് 5 കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്. 5 കാര്യങ്ങൾ, ആ ഒരു 5 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ കാര്യം നമുക്കുള്ള ആത്മീക അനുഗ്രഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 2 ഐക്യതയെക്കുറിച്ച് പറയുന്നു. 3 ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. അതുപോലെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, അത് മറ്റുള്ളവരുടെ ബന്ധം എങ്ങനെയായിരിക്കണം, ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷമായിട്ട് ആത്മീകമായ അനുഗ്രഹങ്ങളെക്കുറിച്ച്, നമുക്ക് ആത്മീകമായ പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫറൻസ് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. 1-ാമത്തെ പോയിൻറ്റിൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 തൊട്ട് 14 വരെ. 1-ാമത്തെ പോയിൻ്റ് ബ്രാക്കറ്റിൽ കൊടുക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം, ഇന്ന് നമ്മളത് ഡീല് ചെയ്യും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 തൊട്ട് 14 വരെ. 2-ാമത്തെ പോയിൻറ്റിന് കൊടുക്കാം ഐക്യത എന്നുള്ള കാര്യം. 4-ാം അധ്യായം 1 തൊട്ട് 16 വരെ. 4-ാം അധ്യായം 1 തൊട്ട് 16 വരെ. ദൈവത്തിൻ്റെ പ്ലാൻ 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതിനുശേഷമാണ് പ്രാക്ടിക്കൽ ലൈഫ് 4-5 അധ്യായം. പ്രാക്ടിക്കൽ ലൈഫ് 4-5 അധ്യായമാണ്. അതിനുശേഷമായിട്ട് ആത്മീകമായ പോരാട്ടം 6-ാം അധ്യായം. ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അടുത്തൊരു കാര്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാനത് ആ ഒരു കാര്യം നമ്മൾ ഇതിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുവാണ്. നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. വൈ വി നീഡ് ടു സ്റ്റഡി ദ ബുക്ക് ഓഫ് എഫേഷ്യൻസ്. നമ്മൾ എന്തിനാണ് ഈ ബുക്ക് പഠിക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചത് കാരണമാണ്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഓരോ അധ്യായത്തിൽ ഡീപ്പായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഞാനതിൻ്റെ ആ പോയിൻ്റ് മാത്രം ഒന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ പോയിൻ്റ് ക്രിസ്തുവിലുള്ള ഐഡൻറ്റിറ്റി. നമ്മുടെ ക്രിസ്തുവിലുള്ള ആ ഒരു വ്യക്തിത്വം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. ടു അണ്ടർസ്റ്റാൻഡ് അവർ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കും. ഇന്ന് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. ടു അണ്ടർസ്റ്റാൻഡ് അവർ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവേശുവിലുള്ള നമ്മുടെ വ്യക്തിത്വം. 2-ാമത്തെ കാര്യം ആത്മീകമായ പക്വത. സ്പിരിച്വൽ മെച്യൂരിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കും. സ്പിരിച്വൽ മെച്യൂരിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കും. ആത്മീകമായ പക്വത. ഇതെന്നാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരസ്പരം ഒരേ രീതിയിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചില കാര്യങ്ങൾ റിപ്പീറ്റേഷനായിട്ട് തോന്നാം. 1-ാമത്തെ കാര്യം നമ്മുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നു. 2-ാമത്തെ കാര്യം ആത്മീകമായ ഒരു പക്വത ഉണ്ടാകുന്നു. 3-ാമത്തെ കാര്യം യൂണിറ്റി. ഞാൻ ഇതിന് ശേഷമാണ് കഴിഞ്ഞ 2 ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ ജേനിയാൻറ്റിക്ക് ഇന്നത്തെ ക്ലാസ്സിലായിട്ട് ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ പ്രിയമുള്ളവർക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കാം. കാരണം ഞാൻ അതിന് അധികം ടൈം എടുക്കാത്തത് കാരണം 1-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ചിൻ്റെ ഐക്യതയെക്കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുവാണ്. അവിടെ നിങ്ങൾ കുറച്ച് സ്പേസ് വിട്ടാൽ മതി. ഓക്കെ, ഇനി ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇനി ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനിലൂടെ നമ്മൾ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 കോടി രൂപ കിട്ടിയെന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരും? നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വരും? ഇപ്പോൾ 10 കോടിയെ കിട്ടിയാൽ പ്രിയമുള്ളവർക്കൊന്ന് പറയാൻ പറ്റും. 10 കോടി ഇപ്പം നിങ്ങളുടെ കൈ കിട്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ഒന്ന് പറയാൻ പറ്റൂ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് വന്നെന്ന് ചിന്തിക്കുക. 10 കോടി രൂപ നിങ്ങളുടെ കയ്യിലോട്ട് വന്നു. അപ്പോൾ ഒന്ന് പറയാൻ പറ്റൂ? 10 കോടി കൈ കിട്ടി, എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യുമോ? അതോ 10 കോടി കിട്ടിയെന്നുള്ള ആ ടെൻഷനിൽ നമ്മൾ ഓഫായി പോകുമോ? പറയാൻ പറ്റുമോ? ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? 10 കോടി കിട്ടിക്കഴിഞ്ഞാൽ 10 കോടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുക? എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ പ്രിയമുള്ളവർക്ക്? ചെറിയൊരു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പ്രിയമുള്ളവർ
ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാ. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയമുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. ചോദ്യം ഇതായിരുന്നു ഞാൻ ചോദിച്ചത്. ഇപ്പോൾ കേൾക്കാമല്ലോ. ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാ. 10 കോടി രൂപ നമുക്ക് കിട്ടിയെന്ന് ചിന്തിക്കുക. 10 കോടി രൂപ ഞാനിപ്പോൾ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മെസ്സേജായിട്ട് ഫോണിലൊരു മെസ്സേജായിട്ട് വരിക, നിങ്ങൾക്ക് ആ ഒരു 10 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. എന്തുമായിരിക്കും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ. ഇനി നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ളൊരു തലത്തിലൂടെ കടക്കാൻ വേണ്ടിയിട്ടാണ്. 10 കോടി രൂപ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ആദ്യം കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, നല്ല ഉത്തരം. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? എല്ലാവർക്കും 10 കോടി കിട്ടിയിരിക്കുന്ന ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കണം കേട്ടോ. നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, 10 പൈസ അക്കൗണ്ടിൽ ഇല്ലാത്ത പോലെ എല്ലാവരും ഇരിക്കുന്നത്. ഒരു 10 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുഖമൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് ഓണാക്കി ഇരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ 10 കോടി കിട്ടിയ ആളുകളാണ്. അപ്പോൾ 10 കോടി കിട്ടിയ ആളുകളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? നാട്ടിൽ പോകണം. ലീവ്. ഓക്കെ, നല്ല ഉത്തരം. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? വീട് വാങ്ങും. ഓക്കെ, വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? 10 കോടി ആദ്യം കടം തീർക്കും. നല്ല കാര്യമാണ്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഒരു കണക്ക് കൂട്ടൽ നമ്മൾ വെക്കും. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. പക്ഷേ ഈ 10 കോടി നമ്മുടെ അക്കൗണ്ടിൽ വന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? 10 കോടി നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? നമ്മളപ്പോൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെയും പാവമായിട്ട് ജീവിക്കും. നമ്മൾ പിന്നെയും കടം വാങ്ങും. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മുന്നിൽ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പിന്നെയും അവിടെ ചെയ്യുന്നൊരു കാര്യമാണ് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ദാരിദ്ര്യത്തിൽ തന്നെ എന്ത് ചെയ്യും? ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ആ രീതി മുന്നോട്ട് പോകും, അല്ലേ? ഞാൻ എന്തിനാ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുക. ആ കാര്യമാണ് നിങ്ങൾക്ക് അടുത്ത സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയല്ല, പക്ഷേ അത് ഇല്ലാത്തതല്ല പ്രശ്നം, പക്ഷെ അത് അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ ബുക്ക് ഓഫ് എഫേഷ്യൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ആത്മീകമായിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കാൻ പോവുകയാണേ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ കണക്കുകൾ കൃത്യമല്ലായെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ നമ്മുടെ ലൈഫ് കറക്റ്റ് അല്ല എന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് മുന്നിൽ പറയണം ഇന്ന രൂപ എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യം നമ്മൾ പറയണമല്ലോ. അപ്പോൾ ആത്മീക ജീവിതത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഒരു കാര്യത്തെ ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ അടുത്തൊരു ഇതിൽ കാണുവാൻ സാധിക്കും. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്. ഈ 3 കാര്യങ്ങളായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്. ഈ 3 കാര്യത്തെ സിറ്റ്, വാക്ക്, സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും. ആ ഒരു രീതിയിൽ ഇന്ന് നമ്മൾ സിറ്റ് എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. അപ്പോൾ അടുത്തൊരു കാര്യത്തിലോട്ട് നമ്മൾ കടക്കാൻ പോവുക. ടുഡേയ്സ് ഫോക്കസ് സിറ്റ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോടെ. സിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്ന കാര്യം എന്തുമായിരിക്കും? സിറ്റ് SIT എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ചിന്ത എന്തുമായിരിക്കും? SIT എന്തോ നമ്മുടെ മനസ്സിലോട്ട് വരുമോ? എന്തെങ്കിലും മനസ്സിലോട്ട് വരുന്നുണ്ടോ? ഈ പുള്ളിക്കാരൻ എന്തോ ഉടായ്പിലോട്ട് പോകാനുള്ള ചിന്ത വരുന്നുണ്ടോ? പുള്ളിക്കാരൻ റൂട്ടൊക്കെ മാറി പോകാനുള്ള ചിന്ത വരുന്നുണ്ടോ? സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് നൽകുന്ന ഒരു ഡെഫിനിഷൻ ഇനിയുള്ള ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചില കോഡിലൂടെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞാൽ SIT എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കുന്ന അതിന് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സീൽഡ് ഇൻ ട്രൂത്ത്, സത്യത്താൽ മുദ്രയിട്ടിരിക്കുന്ന അവസ്ഥയാണ് സിറ്റ് എന്ന് പറയുന്നത്. സീൽഡ് ഇൻ ട്രൂത്ത് SIT, അതാണ് സിറ്റ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ ആരാണ് എന്നൊരു ചിന്തയാണ് ഇന്ന് നമ്മൾ FSC ലേഖനത്തിലൂടെ 1-ാം അധ്യായത്തിലൂടെ പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രിയമുള്ളവരായിരിക്കണം. SIT എന്ന് പറഞ്ഞാൽ സിറ്റ് എന്ന് പറഞ്ഞാൽ സീൽഡ് ഇൻ ട്രൂത്ത്. അപ്പോൾ ഞാനൊരു കാര്യം ചെറിയൊരു എക്സാമ്പിളിലൂടെ ഞാൻ പ്രിയമുള്ളവർക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ 10 കോടി രൂപ വന്നു, നമ്മളത് അറിഞ്ഞില്ല. ആ ഒരു കാര്യത്തെ ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം. എൻ്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ ഇതെന്തുവാ സംഭവം? കണ്ടിട്ട് എന്തുപോലെ തോന്നുന്നത്? ഇതൊരു സ്പ്രേയാണ്.
സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുക, എൻ്റെ കയ്യിൽ സ്പ്രേ ഉണ്ട്, ഞാൻ പോകുന്നിടത്തൊക്കെ ഈ സ്പ്രേ കൊണ്ടുപോകും. പക്ഷേ ഈ സ്പ്രേ ഞാനത് തുറക്കുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ സ്പ്രേ ഞാൻ തുറക്കുന്നില്ലെങ്കിൽ കാര്യമില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ പോകുന്ന സമയത്ത് അത് തുറക്കുമ്പോൾ, അതിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, പുറത്തോട്ട് സ്മെല്ലായിട്ട് വരുന്നൊരു സമയമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് തുറന്ന് ഞാൻ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. മനസ്സിലായോ? നമ്മളൊക്കെ ഇതുപോലൊരു ഫ്രാഗ്രൻസ് ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിൽ നല്ല വശങ്ങളൊന്നുമില്ല, അല്ലേ? എന്നിൽ നല്ല കാര്യങ്ങളൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്പ്രേ അത് തുറന്ന് ഓപ്പൺ ചെയ്ത് അത് മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു സ്മെല്ല് കൊടുക്കുമ്പോൾ അത് തരുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ, സ്പ്രേയെക്കുറിച്ചല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാനൊരു ഇല്ലുസ്ട്രേഷനായിട്ട് കാണിച്ചു തന്നെ ആ ഒരു കാര്യം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൂടെ നമ്മൾ കിടക്കാൻ പോവുക. നമുക്ക് പ്രിയമുള്ളവരെ എല്ലാവരും ഒരു ചെറിയൊരു പേപ്പർ എടുക്കണം. ഒരു പേപ്പർ എടുത്തിട്ട്, നിങ്ങളുടെ ബുക്കിൻ്റെ ബാക്കിലായാലും കുഴപ്പമില്ല, എന്നെ അതൊന്ന് സ്ക്രീനിൽ കാണിക്കണം. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ആരാണ് എന്നൊരു കാര്യം ഒറ്റ വാക്കിലൊന്ന് എഴുതണം. നിങ്ങൾ ആരാണെന്ന് പറയാം ഒറ്റ വാക്കിൽ. നിങ്ങളുടെ മനസ്സിലോട് പെട്ടെന്ന് വരുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ, അതൊന്ന് എഴുതണം. അതെന്തും ആയിക്കോട്ടെ, എനിക്ക് കാണിച്ചു തരാൻ ഞാൻ ചോദിക്കത്തില്ല. അത് നിങ്ങളുടെ സീക്രട്ട് കോഡാ. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ എഴുതണം നിങ്ങൾ ആരാന്നുള്ള കാര്യം. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ ആരാന്ന് എഴുതണം. മറ്റുള്ളവരെന്താണെന്ന് എഴുതരുത്, നിങ്ങൾ ആരാന്ന് എഴുതാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആരാ എന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർ ആരാന്ന് നോക്കും. ഇന്ന് ഇവിടെ CBSEയുടെ എക്സാം റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ ഭവനത്തിലുള്ളൊരു കുഞ്ഞ്, അവൾക്ക് ചില വിഷയത്തിന് മാർക്ക് കുറച്ച് കുറഞ്ഞു പോയി. അവൾ എന്ത് ചെയ്തു, നേരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പം നമ്മുടെ ലൈഫിന് എന്തുണ്ട്, ഒരു കമ്പാരിസൺ ഉണ്ട്. കമ്പാരിസൺ അല്ല, നിങ്ങൾ എഴുതിയ കാര്യമൊന്നും എന്നെ കാണിക്കാമോ? ആ എഴുതിയ കാര്യം ക്യാമറയിൽ ജസ്റ്റ് കാണിച്ചാൽ മതി, ഞാനത് വായിക്കത്തില്ല, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഓക്കെ, പല പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഒത്തിരി ദൈവത്തെ അതിനെ സ്തുതിക്കുക. ഇനി അത് താത്തി വെച്ചു, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിട്ടിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇനി ഞാൻ 2 കാര്യങ്ങളെ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ 2 ബോട്ടിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ബോട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോ? ബോട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോ ചിന്തിക്കുക. ഒന്നാമത്തെ ബോട്ടിൽ, ഈ ബോട്ടിലിൽ എന്തില്ല, ഒരു ഐഡൻറ്റിറ്റി ഇല്ല. ഇതൊരു ബോട്ടിലാണ്. പക്ഷേ ഇതുകൊണ്ട് എന്തില്ല, ഇതിൽ പ്രത്യേകിച്ച് ലേബലില്ല, പേരില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ എന്തെങ്കിലും പേരെന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ കാണാൻ പറ്റുന്നില്ല. എന്നാൽ മറ്റൊരു ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ എന്തുണ്ട്, ഒരു ലേബലുണ്ട്. ഈ ലേബൽ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇന്ന സാധനമാണെന്നുള്ള കാര്യം. പക്ഷേ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ലേബല് പയ്യെ ഞാനങ്ങ് പറിച്ചു കളഞ്ഞു. ഇപ്പോൾ ഈ 2 കുപ്പികൾ കാണുമ്പോൾ ഇതിലേതാ നല്ലതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? പ്രിയമുള്ളവർക്ക് ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും ഇതിൽ ചൂസ് ചെയ്യുക? ഈ 2 ബോട്ടിലിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ബോട്ടിലായിരിക്കും ചൂസ് ചെയ്യുക? വെള്ളം ഉള്ളത് കൊണ്ട് ഇതെടുക്കണ്ട, വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഇതും എടുക്കണ്ട. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റും ഏത് ബോട്ടിൽ നിങ്ങൾ ചൂസ് ചെയ്യും? ഏത് ബോട്ടിലായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യാൻ പോവുക? എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക. ആ ലേബിൾ ഞാൻ ഒന്നുകൂടെ ഒട്ടിച്ചു. അതിനുശേഷമായിട്ട് ഞാൻ പറയുക, ഇതിൽ ഏതെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ലേബലുള്ളതേ എടുക്കത്തുള്ളൂ, അല്ലേ? ലേബലുള്ളതേ എടുക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ ലേബൽ എന്തെന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. കർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൂടെ ഞാൻ കടക്കാൻ പോവുക. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയാണ് ക്രിസ്തുവിൽ നമുക്കുള്ള ഐഡൻറ്റിറ്റി. അതാണ് ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ള ഐഡൻറ്റിറ്റി. എന്നാൽ പല ആളുകളും ആ ഐഡൻറ്റിറ്റി ഇല്ലാതെ അവർ ചിന്തിക്കുന്നത് കർത്താവില്ലേലും ഇങ്ങനെ അങ്ങ് പോകാമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ എന്തില്ല, ഐഡൻറ്റിറ്റി ഇല്ല. ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, കർത്താവ് ഉള്ള പടകിൽ കാറ്റുണ്ട്. പക്ഷെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കും? കർത്താവ് ഏറ്റെടുക്കും. ഇന്ന് അമീൻ സുറിഞ്ഞ ഈ സെക്ഷൻ വളരെ നമ്മൾ തൊടുന്ന ഒരു സെക്ഷനായിട്ട് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തുറന്ന് ഞാൻ സംസാരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഐഡൻറ്റിറ്റി ഇല്ലാതെയും ജീവിക്കാം, ഐഡൻറ്റിറ്റി ഉള്ളതായിട്ടും ജീവിക്കാം. അത് നമ്മുടെ ചോയ്സാണ്. പക്ഷേ നമ്മൾ വിശ്വാസികളാണ്, പാരമ്പര്യം പറയുന്നവരാണ് നമ്മൾ. പാരമ്പര്യം പറയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പറയുന്ന കാര്യമാണ്. പുതിയ വിശ്വാസി എന്ന് അപ്പം നമ്മൾ പറയുന്ന കാര്യം ഇന്ന് ചില വിഗ്രഹങ്ങൾ ഉടയണം. ഫസ്റ്റ് ഹാഫ് മാറി, ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഹാഫ് മാറി, ഇനി നമ്മൾ ട്രാക്കിലോട്ട് വരിക. പുതിയൊരു വിശ്വാസി നമ്മുടെ സഭയിലോട്ട് വന്ന് നമ്മൾ എന്നാ പറയും? ഞാൻ ഇത്ര വർഷം പഴക്കമുള്ളതാ വിഷയം. ഈ വീഞ്ഞിനൊക്കെ പഴക്കം കൂടുന്തോറും അതിൻ്റെ ആ വൈൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യും? കൂടിക്കൂടി വരും.
നമ്മുടെ പല വിശ്വാസികൾ അങ്ങനെയാണ്. 40 വർഷം 50 വർഷം 35 വർഷം കേൾക്കുമ്പോൾ നല്ല സുഖമാണ്, പക്ഷേ അത് പലതും എന്ത് ചെയ്തിരിക്കുക, ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു തലത്തിലൂടെയാണ് കടന്ന് പോകുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ അടുത്തൊരു സ്ലൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് ചില കാര്യങ്ങളൊന്ന് കോമൺ ആയിട്ട് പറഞ്ഞ് മുന്നോട്ടേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. FESC ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുന്ന ചില രീതികളെക്കുറിച്ചാണ് കാണുവാൻ സാധിക്കുന്നത്. അത് അടുത്ത സെക്ഷനിൽ ഞാൻ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. അങ്ങനെ ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് മാറ്റം വരേണ്ടതായിട്ടുണ്ട്. 1-ാമത്തെ അധ്യായത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ അതൊരു ഇൻട്രൊഡക്ഷനാണ്. എന്ന് പറഞ്ഞാൽ അത് ആ ദൈവജനത്തിന് വേണ്ടിയിട്ട് കാണുന്ന ഒരു പ്രത്യേകമായ തലമായിട്ടൊരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോസ്തലനായ പൗലോസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഭാഗമാണ് 1-2 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ 3 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ 3 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുയേശുവിലുള്ള അനുഗ്രഹത്തെക്കുറിച്ചാണ് കാണുവാൻ സാധിക്കുന്നത്. അത് നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കും. 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കും. ഞാൻ അതുകൊണ്ട് അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. 1-2 വാക്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷനാണ്. 3 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണ്, ആത്മീകമായ അനുഗ്രഹമാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15 തൊട്ട് 19 വരെയുള്ളത് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെക്കുറിച്ചെല്ലാം നമ്മളിന്ന് സംസാരിക്കും. പ്രിയമുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ചിന്തിക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. 1 തൊട്ട് 2 വരെയുള്ള വാക്യങ്ങൾ അതൊരു ഇൻട്രൊഡക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ആരംഭമായിട്ട് പറയുന്ന ഒരു കാര്യമോ ഒരു ആമുഖമായിട്ട് നമുക്കതിനെ പറയാൻ പറ്റും. അതിനുശേഷമാണ് 3 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ അത് ക്രിസ്തുവിലുള്ള ആത്മീകമായ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അതിനുശേഷമായിട്ട് 15 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവർക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? പറയാൻ പറ്റൂ? എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയാമോ? ഞാൻ അടുത്തതിലൂടെ മൂവ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തതിലൂടെ ഞാൻ മൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുയേശുവിലുള്ള ആ ഒരു ഉയർച്ചയെക്കുറിച്ച് കാണിക്കുന്ന കാര്യം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1-ാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് ഇൻട്രൊഡക്ഷനാണ്. 1-2 വാക്യങ്ങൾ ഇൻട്രൊഡക്ഷനാണ്. 3 തൊട്ട് 14 വരെ ക്രിസ്തുയേശുവിലുള്ള ആത്മീക അനുഗ്രഹങ്ങളാണ്. 15 തൊട്ട് 19 വരെ ക്രിസ്തുയേശുവിലുള്ള ആ ഒരു പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കാണിക്കുന്നതാണ്. ഏറ്റവും ഒടുവിലായിട്ട് 20 തൊട്ട് 23 വരെ ക്രിസ്തുവിലുള്ള ഉയർച്ചയെക്കുറിച്ച് കാണിക്കുന്ന ഒരു തലമാണ്. അപ്പോൾ ഇനി അവിടെ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു ടാസ്ക് തരാൻ വേണ്ടിയിട്ട് നിൽക്കുക. ടാസ്ക് സിമ്പിളാണ്. നിങ്ങൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി ഉള്ള പേജ് ഒന്ന് എടുത്താട്ടെ. ആ ഐഡൻറ്റിറ്റി എന്ന് എഴുതി വെച്ച പേജ് ഒന്ന് എടുത്താട്ടെ. അതിൻ്റെ താഴെ നിങ്ങൾ എഴുതണം, ഇൻ ക്രൈസ്റ്റ് എനിക്കെന്തുണ്ട്, യേശു ക്രിസ്തുവിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് എഴുതണം. യേശു ക്രിസ്തുവിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ യേശു ക്രിസ്തുവിൽ ഐഡൻറ്റിറ്റി ഉള്ള പ്രിയമുള്ളവരെല്ലാം ചിരിച്ച മുഖത്തോടെ നിരുന്നാട്ടെ. അപ്പോൾ ചില ഡിപ്രഷനൊക്കെ വരുമ്പോൾ നമ്മൾ എന്നാ പറയും, ശോകം അടിച്ച് ഒരു മൂലയിലിരുന്ന് കയറെടുത്ത് അടുത്തത് ജീവിതം അവസാനിപ്പിക്കാനൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ തലത്തിൻ്റെ അകത്തും ക്രിസ്തുവിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ചിരിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചിരിക്കാനൊക്കെ പറ്റുന്നുള്ളൂ, പക്ഷേ പല കാര്യങ്ങളും ഇങ്ങനെ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുക. അതിനെ ഇന്ന് നമ്മൾ ഇറക്കി വിടും. ഇന്ന് കർത്താവ് അനുവദിച്ച് അതിനെയൊക്കെ നമ്മൾ ഇറക്കി വിടും. ഇറക്കി വിടാൻ തയ്യാറാണോ? ഇറക്കി വിടാൻ തയ്യാറല്ലെങ്കിൽ അർത്തിമേസിനെ പോലെ അത് വിഗ്രഹമായിട്ട് കിടക്കും. തയ്യാറാണോ പ്രിയമുള്ളവരെ? അപ്പോൾ ഇനി ആ പേപ്പർ ഒന്ന് വായിച്ചേ. ആ പേപ്പറിലൊന്ന് നിങ്ങൾ ആദ്യം വായിച്ച കാര്യം മ്യൂട്ട് ആരും മാറ്റണ്ട. നിങ്ങളുടെ ഐഡൻറ്റിറ്റി അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഒരു കാര്യം ഞാൻ അവിടെ നിന്നൊരു ആത്മീയമായ മർമ്മം പറഞ്ഞോട്ടെ. നമ്മുടെ ആത്മീക ഐഡൻറ്റിറ്റി അത് ആരുടെ മുമ്പിലും കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ബൈബിൾ കോളേജിൽ പോയപ്പോൾ ഞാൻ എഴുതിയൊരു ചിന്ത ഇതാണ്, പലരെ പോലെ ചിലരാകാനും ചിലരെ പോലെ പലരാകാനും നിൽക്കരുത്, നമ്മളെന്നും നമ്മളായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി അത് ആരുടെ മുന്നിലും കോംപ്രമൈസ് ചെയ്യരുത്. ഐഡൻറ്റിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് തോന്നുന്നു പല ക്യാമറകളും ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാമറ കൂടി ഒന്ന് ഓൺ ആക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൂടെ നമ്മൾ കടക്കാൻ പോകുമ്പോൾ ഇനി നിങ്ങളതൊന്ന് വായിച്ചേ. നിങ്ങൾ ആദ്യം എഴുതിയ കാര്യം നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾ വായിച്ചത്. അതിൻ്റെ താഴെ നമ്മൾ എഴുതിയൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. അമേൻ. സുറിഞ്ഞു എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ
ആദ്യത്തെ ഐഡൻറ്റിറ്റിയേക്കാൾ വലുതാണ് രണ്ടാമത് നമ്മൾ എഴുതിയ ഐഡൻറ്റിറ്റി. ഒരു പക്ഷേ ലോകത്തിലെ ജോബ് കൊണ്ട്, നമ്മുടെ ടൈറ്റിൽ കൊണ്ട്, നമ്മുടെ പൊസിഷൻ കൊണ്ട്, നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് പല ഐഡൻറ്റിറ്റിയും നമുക്ക് ഉണ്ടാകും. പക്ഷേ അതിനേക്കാൾ സുപ്രധാനമായ ഐഡൻറ്റിറ്റിയാണ് ക്രിസ്തുവേശുവിലുള്ള ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി ഉള്ള പ്രിയമുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് നമ്മളൊക്കെ പലപ്പോഴും അതിലൂടെ കടന്നു പോയിട്ടില്ലേ? അതിലൂടെ കടന്നുപോയ പല ആളുകളും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് ആത്മഹത്യകളുടെ നിരക്ക് വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളുടെ മുന്നിൽ നിൽക്കുവാൻ കഴിയാത്തതുകൊണ്ട്, മറ്റൊരാളുടെ മുന്നിൽ പറയുവാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷേ അഭിമാനത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കണം, സാഹചര്യങ്ങളുടെ മധ്യേ ക്രിസ്തുവേശുവിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി ഉള്ള പ്രിയമുള്ളവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ പ്രിയമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുടെ ഈ ഭൂമിയുടെ സ്ഥാപനങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഈ ലോക സ്ഥാപനത്തിന് മുമ്പ് കണ്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെ ഞാനൊന്ന് വചനത്തിലൂടെ തുറന്ന് ഞാൻ സംസാരിച്ചോട്ടെ. 139 സങ്കീർത്തനം, അവിടെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കിടക്കുന്നുണ്ട്. 139 സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങൾ ഒന്ന് ചേർത്ത് വായിക്കണം. ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തുറന്ന് പറയണം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും എല്ലാം എന്ത് ചെയ്യുന്നു? അതൊക്കെ ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 13 വാക്യത്തിൽ പറയുന്ന കാര്യമുണ്ട്, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. അടുത്ത വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്നറിയാമോ? ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. 15 വാക്യം നമ്മളോടുള്ള ദൂത കേട്ടോ. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. നമ്മുടെ അസ്ഥികൂടം പോലും ദൈവത്തിന് മറവല്ല. അതുകൊണ്ട് ഇന്ന് അമേൻ പറഞ്ഞ് നീ പകൽക്കാലം പറയണം, അമേൻ സർ, ക്രിസ്തുവേശുവിൽ അമേൻ പറഞ്ഞ് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ക്രിസ്തു എന്നെ നന്നായിട്ട് അറിയുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവിനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേൻ പറഞ്ഞു ആ ഒരു കാര്യം 16 വാക്യത്തിൽ പറയുന്നു, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, കർത്താവേ, ആ ക്രിസ്തുവിൻ്റെ അമേൻ മകനാണ്, മകളാണ് ഞാൻ എന്നൊരു കാര്യം ഇന്ന് നമുക്ക് ഉണ്ടാകണം. എന്തിനാ ഞാനത് പറഞ്ഞതെന്നറിയാമോ? നമുക്ക് ഐഡൻറ്റിറ്റി ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മളെ ആരും അറിയുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മളെ ആരും കാണുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ അമേൻ സോറിഞ്ചുന്നു. അതിന് 17 വാക്യം പറയുന്നു, ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ. 18 വാക്യം, അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. പറയാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവം നമ്മളെ അറിയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകളെല്ലാം ഭംഗിയായിട്ട് അറിയുന്ന ഒരു ദൈവമാണ്. എത്ര പേർക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിന് ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവേ, അങ്ങ് എന്നെ അറിയുന്നതിന് നന്ദി, അങ്ങനെ കാണുന്നതിന് നന്ദി. മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ അകത്ത് ഇന്ന് ഈ രാത്രികാലം ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ദൈവാത്മാവ് ഇടപെടുക. എനിക്ക് ക്രിസ്തുവേശുവിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മളാരും ഐഡൻറ്റിറ്റി ഇല്ലാത്തവരല്ല, നമ്മളാരും തള്ളപ്പെട്ടവരല്ല, നമ്മളാരും തല കുനിച്ചിരിക്കേണ്ടവരല്ല. ഈ തല കുനിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി ഇവിടെ തുറന്നു പറഞ്ഞ് മുന്നോട്ട് കടന്നു പോവുക. എന്തുവാ പ്രത്യേകത? ചില സമയത്തൊക്കെ ഐഡൻറ്റിറ്റി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തല കുനിച്ച് ഇരിക്കുന്നത്. ബൈബിളിൽ എഫേസ്യ ലേഖനമാണെങ്കിലും വചനം തന്നെയാണല്ലോ. 18 സംവത്സരമായിട്ടൊരു സഹോദരി കുനിഞ്ഞ് ഇരിക്കുകയാണ്. നമ്മളൊക്കെ ചില വിഷയങ്ങളുടെ അകത്ത് കുനിഞ്ഞല്ലേ ഇരിക്കുന്നത്. ഇതൊരു മെസ്സേജ് അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ദൈവാത്മാവ് എനിക്കൊരു നിയോഗം നൽകുമ്പോൾ എനിക്ക് ആ കാര്യം തുറന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചില വിഷയത്തിനകത്ത് കുനിഞ്ഞിരിക്കുന്ന പ്രിയമുള്ളവരോട് എന്നിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു കാര്യം, ഒട്ടും നിവരുവാൻ കഴിയാതെ അവൾ കുനിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമുക്ക് നിവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുനിഞ്ഞിരിക്കുന്ന വിഷയത്തെ നോക്കി പറ, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി പ്രകാരം ചിലതിൻ്റെ മുമ്പാകെ ഞാൻ തല ഉയർത്തുമെന്ന് പറ. അമേൻ പറഞ്ഞു, തല താഴ്ത്തുവാൻ വേണ്ടിയിട്ടല്ല, തല ഉയർത്തുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. 18 വർഷമാണ് ഈ സഹോദരി നിലത്ത് കുനിഞ്ഞാണ് നടന്നത്. പക്ഷേ അവൾ കാണേണ്ടവളെ കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയാ, അവളുടെ കുനിഞ്ഞ് നടന്നവൾ ഉയരത്തിലോട്ട് നോക്കിയതുപോലെ ഇന്ന് പകൽക്കാലം നമുക്ക് ഉയരത്തിലോട്ട് നോക്കണം. നമ്മുടെ ഐഡൻറ്റിറ്റി അവിടെ ഇരിക്കുന്നത്. അതാ സങ്കീർത്തനം 121 പറയുന്നത്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം വരുന്നത് മനുഷ്യനിൽ നിന്നല്ല, എൻ്റെ സഹായം വരുന്നത് അമേരിക്കയിൽ നിന്നല്ല, എൻ്റെ സഹായം വരുന്നത് ഫേസ്ബുക്കിൽ നിന്നല്ല, എൻ്റെ സഹായം വരുന്നത്
പറയുന്നത് ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്, അതാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇന്ന് എത്ര പേർക്ക് ആ ഒരു ഐഡന്റിറ്റി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്? അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. ആമേൻ. നമ്മൾ അതിൻ്റെ ചാപ്റ്റർ സമ്മറി നമ്മൾ ആമേൻ പറഞ്ഞു ശ്രദ്ധിച്ചു. ആ അധ്യായത്തിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷമായിട്ട് നമ്മൾ എഫേസ്യ ലേഖനത്തിലുള്ള ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞ് അതൊക്കെ ഞാൻ അടുത്ത സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ, ആ ഒരു അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഒത്തിരി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് അടുത്ത സെക്ഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ എന്തുണ്ട്? അനുഗ്രഹമുണ്ട് എന്നൊരു കാര്യം ഇന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണോ ഇവിടെ ഇരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമ്മൻ സ്വന്തം കർത്താവിനോടൊന്ന് പറഞ്ഞേട്ടെ, കർത്താവേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാ, കർത്താവേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു ചെറിയ ടാസ്ക് കൂടി ഞാൻ ഇതിലൂടെ തരാം. ഇപ്പം നിങ്ങൾ എഴുതുന്നതൊക്കെ നിർത്തിയിട്ട്, നോക്കുന്നതൊക്കെ നിർത്തിയിട്ട്, നേരത്തെ നിങ്ങളൊരു ഐഡൻറ്റിറ്റി എഴുതി വെച്ചില്ലേ? ആ ഐഡൻറ്റിറ്റിയുടെ ബ്രാക്കറ്റിൽ ഒരു കാര്യം എഴുതണം, ഐ ആം യുണീക്ക്. ഐ ആം യുണീക്ക് എന്ന് എഴുതിക്കേ. നിങ്ങൾ എഴുതിയ ഐഡൻറ്റിറ്റിയുടെ ബ്രാക്കറ്റിൽ ഒന്ന് കൊടുത്തേ, ഐ ആം യുണീക്ക്. ഞാൻ ഭയങ്കര അത്ഭുത അല്ലെങ്കിൽ അതിശയവാനായിട്ട് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കണം. ഐ ആം യുണീക്ക്, അല്ലെ ഐ ആം പ്രഷ്യസ്. ഞാൻ ദൈവത്തിന് അത്രയും ശ്രേഷ്ഠകരമാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ അങ്ങേക്ക് ഞാൻ ശ്രേഷ്ഠകരമായിട്ട് അങ്ങനെ കണ്ടതുകൊണ്ടാണല്ലോ ഞാനിന്ന് ഇതിനകത്തിരിക്കുന്നത്. ഐ ആം യുണീക്ക്. ചില സമയത്തൊക്കെ നമ്മൾ പറയണം. ഈ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ പലപ്പോഴും പല കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്ന കാര്യം, കൗൺസിലിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ പോയിട്ട് പറയണം, യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയണം. നമ്മളത്ര ബ്യൂട്ടിഫുൾ അല്ലാന്നോ നമ്മുടെ ചിന്ത? എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഭയങ്കര സൗന്ദര്യമാണേ. ഇന്ന് ഞാനൊരു മീറ്റിംഗ് ചേർന്നപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞൊരു കാര്യം, ഞാൻ യേശു കർത്താവിൻ്റെ ചക്കര മുത്താന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ചക്കര മുത്തായതുകൊണ്ട് പലർക്കും അസൂയൊക്കെ തോന്നുമെന്ന്. അസൂയ തോന്നുന്നതിന് കുഴപ്പമില്ല, നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാൻ യുണീക്കാണ്, ഞാൻ ബ്യൂട്ടിഫുള്ളാണ്, ഞാൻ പവർഫുള്ളാണ് എന്ന് നമ്മൾ കണ്ണാടിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നമ്മുടെ ചില അപകർഷതാബോധങ്ങൾക്കൊക്കെ മാറ്റം വരും. ചിലർക്ക് തടി കൂടുതൽ ഭയങ്കര വിഷയമാണ്. നമ്മളൊരു സ്ലിം ബ്യൂട്ടി ആയതുകൊണ്ട് പലരും പറയും, ഇവരെത്ര ഭക്ഷണം കഴിച്ചിട്ടും നമുക്കല്ലേ അറിയുള്ളൂ അത് നമ്മുടെ ബ്യൂട്ടിയാണെന്നുള്ള കാര്യം, അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് ശരീരത്തിൽ പിടിക്കാത്തതൊന്നുമല്ല. പലരും പറയാറുണ്ട്, അവൻ ഒരു ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ അതിലെന്ത് ചെയ്യുന്നു? അഭിമാനിക്കുന്നു. നമ്മുടെ കുറവുകളിൽ നിന്ന് അഭിമാനിക്കണം. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്? വ്യത്യസ്തരാകുന്നത്. അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കും. നമുക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. അടുത്ത കാര്യം, നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അടുത്ത സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഒന്ന്, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പറയാൻ പറ്റി എൻ്റെ കൂടെ തന്നെ ഒന്ന് പറയാൻ പറ്റി, നിങ്ങളിത് എഴുതിയില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ കാരണം, നമ്മളൊന്ന് പറഞ്ഞാട്ടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന്. ഒന്ന് പറഞ്ഞാട്ടെ. ആ മീൻസ് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ, കർത്താവേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ശാപത്തിൻ്റെ വാക്ക് പറയരുത്. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. നമ്മളെന്നാ പറയും? കർത്താവ് പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ, കർത്താവെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, കർത്താവെ ഞാൻ ഇത്രയും ആരാധിച്ചിട്ട്, ചില ശാപങ്ങളൊക്കെ മാറണം കേട്ടോ. ഈ ഒരു ശാപത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ, ഞാൻ ഇന്ന് രാവിലെ ഒരു മെസ്സേജ് കൊടുത്തപ്പോൾ ദൈവാത്മാവരോടൊരു കാര്യമാണ്. 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ മെഫി മോശയത്ത് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ നമ്മളിതെല്ലാം കണക്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കാണുന്നൊരു കാര്യം, മെഫി മോശയത്തിനെ കുറിച്ച് ദാവീദ് പറയുവാണ്, ഞാൻ യോനാഥാൻ്റെ കുടുംബത്തിൽ ദയ കാണിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യനെ കുറിച്ച് പറയുക. അപ്പോൾ ഈ മെഫി മോശയത്ത് അദ്ദേഹത്തിനോട് ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് അറിയാമോ? ഞാനൊരു ചത്ത നായിയാന്ന് പറയുന്നത്. പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ അതാ. മെഫി മോശയത്തിനെ കുറിച്ച് പറയുന്നത് ഞാനൊരു ചത്ത നായിയാണ്. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞേക്കുന്നത്? നമ്മൾ പരസ്യമായിട്ട് പറയത്തില്ല, കർത്താവേ ഞാനൊരു നശിച്ചവനാണ്, ഞാനൊരു തകർന്നവനാണ്. ഏതെങ്കിലും ഒരു തോൽവി വന്നാൽ അപ്പോൾ അടുത്ത പേര് നമ്മളിടും, ഞാനൊരു പൊട്ടനാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കണക്കും ഇംഗ്ലീഷും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ 2 സബ്ജക്റ്റിന് മാത്രം ഞാൻ അന്തസ്സായിട്ട് തോക്കും. എനിക്ക് 100-ൽ കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 12 മാർക്കൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിയുള്ള എല്ലാ എക്സാമിനും ഞാൻ എന്ത് ചെയ്യും? തലയൊക്കെ ഉയർത്തി ഇങ്ങനെ പിടിച്ച് നിൽക്കും. പക്ഷേ ഈ കണക്കിൻ്റെയും ഇംഗ്ലീഷിൻ്റെ പേപ്പറായിട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പയ്യെ തല കുണിച്ചിരിക്കും. കാരണം നമുക്കറിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അതിൻ്റെ മെയിൻ എക്സാമിന് മുമ്പുള്ള എല്ലാ എക്സാമിനും ഞാൻ തോറ്റു. അത് അന്തസ്സായിട്ട് ഞാൻ പറയുന്നത്. തോറ്റത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഇരിക്കുന്നത്. പക്ഷേ മോഡൽ എക്സാം മാത്രമേ തോറ്റുള്ളൂ. അതിനുശേഷം അവിടെ കർത്താവ് ജയിപ്പിച്ചു. എന്തിനാ പറഞ്ഞതെന്ന് അറിയാമോ? ചില തോൽവികൾ വരുമ്പോഴാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ആരാന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. തോറ്റവനാണെങ്കിൽ തോറ്റവനാന്ന് പറഞ്ഞ ഇവിടെയുള്ളൊരു കുഴപ്പമില്ല.
നമ്മൾ എന്നാ ചെയ്യാൻ നിൽക്കരുത്. ആത്മീയത്തിൽ അഭിനയമില്ല. ആത്മീയ ജീവിതത്തിനകത്ത് ഇന്ന് ഭയങ്കര അഭിനയമാണ്. എന്തോ അഭിനയത്തിൻ്റെ പ്രത്യേകത? നമ്മൾ മറ്റുള്ളവരെ ഇപ്പോൾ ഈ കാര്യം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സുക്കറാണനെ എല്ലാവർക്കും അറിയാലോ അല്ലേ? സുക്കറണ്ണനെ അറിയാലോ, ഫേസ്ബുക്കിൻ്റെ സുക്കറണ്ണൻ. നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുക, സുക്കർ അണ്ണൻ എന്നാ വിളിക്കുക. പുള്ളി ഈ കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് പുള്ളി ഇപ്പോൾ ഒരു പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഫേസ്ബുക്കിൽ നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ പോസ്റ്റിനും നിങ്ങൾക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. അപ്പോൾ ഞാൻ ഇതുവരെ 1 രൂപ പോലും സുക്കറണ്ണൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് അഭിമാനത്തോടെ ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് സുക്കറണ്ണൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ എന്താ ചെയ്യണം? ആഴ്ചയിൽ ഇത്ര പോസ്റ്റ് ഇടണം, ഇത്ര ലൈക്ക് വരണം. എൻ്റെ പൊന്നു പ്രിയമുള്ളവർ, ഇന്ന് ആത്മീയ ലോകത്തിൽ നമ്മൾ ആരാധന ലീഡ് ചെയ്യുന്ന പ്രിയമുള്ളവർ, പ്രസംഗിക്കുന്ന പ്രിയമുള്ളവർ, ഇവരെല്ലാം പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെ പോസ്റ്റ് ഇടുന്നതെന്ന് അറിയാമോ? ഞാനൊരു ദിവസം നോക്കിയപ്പോഴേ, ഞാൻ ഈ സാധാരണ ഷോർട്ട് വീഡിയോസ് അതിലിടുന്ന സമയത്ത് ഒരു സഹോദരി അത് ഫോർവേഡ് ചെയ്തപ്പോൾ അതിന് നല്ല വ്യൂസും വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടേക്കുക, എൻ്റെ ഇത്രയുള്ള ഓഡിയൻസ് വ്യൂസ് എന്ത് ചെയ്തു നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊരു സ്റ്റോറി ഇട്ടേക്കുക. അപ്പം നമ്മളെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പലരും സുക്കറണ്ണന് വേണ്ടിയിട്ട് ആ സുക്കറണ്ണനെ കുറിച്ച് നമ്മൾ പറയുമെന്ന്, ചില കാര്യങ്ങൾ നമ്മളിന്ന് പൊളിക്കുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര കാര്യമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോടെ, സാമൂഹ്യ മാധ്യമങ്ങൾ യൂസ് ചെയ്തവരാണല്ലോ ഇതിലിരിക്കുന്ന മിക്കവാറും ആളുകൾ. നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടുമ്പോൾ കരഞ്ഞ ഫോട്ടോ ആരെങ്കിലും ഇടാറുണ്ടോ? ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ നമ്മൾ ഒരു ക്യാപ്ഷനും കൂടെ ഇടും, നല്ല കിടുക്കാച്ചി ക്യാപ്ഷനും കൂടെ ഇട്ടിട്ട് നമ്മൾ ഏതെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആരെങ്കിലും ഇടുമോ ഫേസ്ബുക്കിൽ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന പ്രിയമുള്ളവർ പറഞ്ഞാട്ടെ. ഒരു 10-20 ഫോട്ടോ എടുത്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഒന്നും കൂടെ തപ്പും ഇങ്ങനെ കിടന്നിട്ട്, അല്ലേ? അതെന്തിനാ? മറ്റുള്ളവർക്ക് മനസ്സിലാകണം ആള് ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഏതെങ്കിലും എപ്പോഴും ഷോ കഴിച്ച് ഏതെങ്കിലും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാറുണ്ടോ? ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് കരയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവളെ അളിയൻ്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കസിൻസ് അമ്മമാരെന്നാ ചെയ്യുന്നത് വെച്ചാൽ കരയിപ്പിച്ചു. എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ എൻ്റെ പ്രിയമുള്ളവർ ഇപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ എന്നെ ശോകം പരിപാടി എന്നറിയാമോ? നമ്മൾ എവിടെയെങ്കിലും ആ വീഡിയോസ് പോസ്റ്റ് ചെയ്യൂ? നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് നമ്മളല്ല കുട്ടപ്പനായിട്ട്. ഇപ്പം നമ്മുടെ DP തന്നെ നോക്കിക്കേ, എൻ്റെ DP ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഇപ്പോൾ ക്യാമറ ഓൺ ആയിരിക്കുന്നത് കൊണ്ടാണ് നല്ല കുട്ടപ്പനായിട്ടൊരു ഫോട്ടോ ആയിട്ട് ഇട്ടേക്കുന്നത്, അല്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. പക്ഷേ ഇന്ന് പല ആളുകൾക്കും ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറയുക, തമാശയൊക്കെ പറഞ്ഞു, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. പലർക്കും സ്വന്തം രൂപത്തെ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്, സ്വന്തം ശരീരത്തെ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്, സ്വന്തം ഫോട്ടോയിൽ കുത്തി വരയ്ക്കുന്ന പ്രിയമുള്ളവരുണ്ട്, സ്വന്തം ഫോട്ടോയെ കീറിക്കളയുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ യുണീക്കാ, ദൈവം സൃഷ്ടിച്ചതാ, ബോധ്യം ഉണ്ടാകണം കേട്ടോ. കത്തിയെടുത്ത് കുത്താൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ പേന കൊണ്ട് കുത്തി വരാൻ നോക്കുമ്പോൾ ഒരു കാര്യം, നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ കളയുമ്പോൾ അവിടെ തകരുന്നത് കർത്താവിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. എന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതിൻ്റെ കൂടെ ടച്ച് ചെയ്ത് പറയട്ടെ. ക്രിസ്തുവേശുവിൽ നമ്മളെല്ലാവരും ഒന്നായതുകൊണ്ടല്ലേ ഈ മീറ്റിങ്ങിനകത്ത് നമ്മൾ ഇരിക്കുന്നത്. ഒരു കാര്യം, കർത്താവ് എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കിയ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെയൊക്കെ സൃഷ്ടിച്ചു. ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അതേ രൂപത്തിൽ തന്നെയല്ലേ മറ്റുള്ളവരെ സൃഷ്ടിച്ചേക്കുന്നത്? നമ്മുടെ വാക്ക് നിമിത്തമായിട്ട്, നമ്മുടെ പ്രവൃത്തി നിമിത്തമായിട്ട് മറ്റൊരാളുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ സ്പോയിൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കണം. ക്രിസ്തുവിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. എന്നാൽ നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ടോ? ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുക. അനുഗ്രഹിക്കപ്പെട്ടവരാ, പ്രാർത്ഥിക്കുന്നവരാ. നമ്മൾ കാരണമായിട്ട് ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ? നമ്മൾ കാരണമായിട്ട് ഏതെങ്കിലും ആ ഒരു രീതിയിൽ ഐഡൻറ്റിറ്റിയെ നമ്മൾ ഇല്ലായ്മ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ, ഒരിക്കലായിട്ട് മരിച്ചു. നമ്മൾ അനുദിനവും കർത്താവിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുവാണോ നമ്മുടെ കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി? ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ, മറ്റൊരാളുടെ ഐഡൻറ്റിറ്റി നമ്മൾ തകർക്കുന്നുവെങ്കിൽ, മറ്റൊരാളെ നമ്മൾ ബോഡി ഷേം ചെയ്യുന്നുവെങ്കിൽ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പള്ളിയിൽ ആരാധിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന അമ്മാമ്മ കുറച്ച് ഹല്ലേലൂയ കുറച്ച് ശബ്ദം കൂട്ടി പറഞ്ഞാൽ നമ്മൾ എന്നാ പറയും? അമ്മാമ്മയെ ഒന്ന് ഒച്ച കുറയ്ക്കുക നമ്മൾ പറയത്തില്ല. പറഞ്ഞിട്ടുണ്ടോ? ചെറിയ കാര്യമാണ്. ചർച്ചിനകത്തിരിക്കുമ്പോൾ മറ്റൊരാളോട്
നമ്മൾ തരം താഴ്ത്തി സംസാരിച്ചിട്ടുണ്ടോ? ഒരാളുടെ സാന്നിധ്യത്തിൽ നമ്മൾ പലരെയും പൊക്കി അടിക്കും. എൻ്റെ പ്രിയമുള്ള ഒരു കാര്യം ഞാൻ അവിടെ നിന്ന് സംസാരിക്കട്ടെ. പലരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ അവരെക്കുറിച്ച് ഉയർത്തി പറയും, അവരുടെ അസാന്നിധ്യത്തിൽ നമ്മൾ അവരെക്കുറിച്ച് കുറ്റം പറയുന്നുവെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ഇവർ കുറ്റം പറയും, ഇല്ലേ? നമ്മൾ ആരുടെയെങ്കിലും ഐഡൻറ്റിറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാത്രികാലം ഒന്ന് പ്രാർത്ഥിക്കണം. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ്, വളരെ പ്രധാനപ്പെട്ട സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ കാരണം ചിലരുടെ ഐഡൻറ്റിറ്റി നശിച്ചിട്ടുണ്ട്. എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതാ. പക്ഷേ കർത്താവ്, ഞാൻ കാരണം മറ്റാരിലോട്ടും വിരലുകൊണ്ടാണ്. ഒരു നിമിഷം ഒന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ കരങ്ങളിലൂടെ ഞങ്ങൾ അടുത്ത് വരിക. കർത്താവേ, ഞാൻ കാരണം, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ നിരൂപണങ്ങൾ കാരണം ഏതെങ്കിലും വ്യക്തികൾ അമേൻ സ്വർഗം വേദനിക്കുന്നുവെങ്കിൽ അവരോട് കർത്താവെ സ്വർഗം ആ വേദനയെ ഞാൻ അത് ഏറ്റെടുക്കുകയാണ്. കർത്താവെ, അവരുടെ ഐഡൻറ്റിറ്റി നശിപ്പിക്കുമ്പോൾ അമേൻ സ്വർഗം ഞാൻ തകർക്കുന്നത് കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി ആണെങ്കിൽ അപ്പ എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയ ചെയ്തിരിക്കുകയാണ്. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ, യൂദ കർത്താവായ യേശു ക്രിസ്തുവിനെ ചുംബനം കൊണ്ട് ഒറ്റ കൊടുത്തപ്പോൾ കർത്താവ് ചോദിക്കുക, അല്ല പാവിയെ എന്ന് വിളിച്ചിട്ടാണോ പറഞ്ഞേ? കർത്താവ് എന്ത് പറഞ്ഞ? സ്നേഹിത. അതാ പ്രിയമുള്ളവരെ ഏറ്റവും നല്ല കാര്യം. ശത്രുവിനെ സ്നേഹിതനായിട്ട് കാണുന്ന ആ സ്നേഹമാ നമുക്ക് നൽകിയിരിക്കുന്ന ഐഡൻറ്റിറ്റി. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് പലരോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഒരു കാലഘട്ടത്തിലൊക്കെ ബൈബിൾ കോളേജിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാണുന്നതിനും കാണാത്തതിനൊക്കെ പോലും ഞാൻ വല്ലാതെ ഇടപെടുമായിരുന്നു. ദൈവാത്മാരുടെ ഇടപെട്ടു, നീ ആ പരിപാടി നടത്തും, എല്ലാത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യരുത്? കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഓർക്കുന്നു. എല്ലാത്തിനും കൂടി നമ്മൾ ആമേൻ പറയരുത്, എല്ലാത്തിനും കൂടി നമ്മൾ ഹല്ലേലൂയ പറയരുത് എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും പോയിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി അതിന് നൽകിയൊരു നിർവചനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അൽഗോയിദ എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അൽഗോയിദ ഒരു ഭീകര സംഘടനയാണ്. അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഭീകര ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ എന്നാ ചെയ്യും? അവർ പറയും, ഞങ്ങളാണ് അത് ചെയ്തതെന്ന് പറയും. എല്ലാ ഈ സംഭവങ്ങൾ നടത്തുമ്പോൾ അവർ പറയും, ഞങ്ങളത് ചെയ്തതെന്ന് പറയും. ഇന്ന് പെന്തക്കോസ്റ്റുകാരുടെ ഇടയിൽ നിന്നുണ്ട് അൽഗോയിദ പെന്തക്കോസ്റ്റ് ഉണ്ട്. പറഞ്ഞുതരാം. ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയും, അത് അവിടെ ഞാനും ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്നാൽ, ഒരാൻറ്റിക്ക് ഒരു വിഷയം, ഒരു അച്ചായൻ ഒരു വിഷയം, ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല വീടാണെങ്കിൽ നമ്മൾ തന്നെ ഒരു ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ പറയും, ഇത്രയും വലിയ വീട് നിങ്ങൾ പറയത്തില്ല, അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇത്രയും വലിയ വീടൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് ചെറിയ വീടാണേലോ, കുറച്ചും കൂടെ വലുതൊക്കെ പണിയായിരുന്നു. ഇനി അതൊക്കെ പോട്ടെ, വേറെ ഉത്തരവില്ല. നമ്മൾ എന്നാ പറയും? അവിടെ കൂടിയിരിക്കുന്നവരോട് പറയും, പണ്ട് ഈ അച്ചായൻ ആൻറ്റി ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് അവർക്ക് വീട് കിട്ടിയേ. അൽഗോയിദ പെന്തക്കോസ്റ്റായിട്ട് മാറുന്നുണ്ടോ? അൽഗോയിദ പെന്തക്കോസ്റ്റായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് മാറണം കേട്ടോ. എല്ലാത്തിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കാൻ നിൽക്കരുത്. ചില ക്രെഡിറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ദൈവം എടുക്കത്തില്ല. പിന്നെ കാലാകാലം അതൊരു ബന്ധനമായിട്ട് മാറും. മനസ്സിലാകുന്നുണ്ടോ? ശാന്തമായിട്ടാണെങ്കിൽ ഞാൻ സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ ക്രെഡിറ്റും നമ്മുടെ തലയിൽ വെക്കരുത്. ഈ തലയിൽ പല ക്രെഡിറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു തലക്കാരൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നടക്കുമ്പോൾ കോളറൊക്കെ ഒന്ന് പൊക്കും, നടക്കുമ്പോൾ അങ്ങനെയാണ്. ഇന്ന് വിശ്വാസത്തിൽ പോലും അതുപോലുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാന്ന് വെച്ചാൽ, ചില ആളുകൾ ഈ ചില മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവ് ദാസനെ അങ്ങേക്ക് തരാനൊന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പൈസ കണ്ടിട്ടല്ല ഈ പരിപാടിക്ക് വന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു പാസ്റ്റർ വിളിച്ചിട്ട് പറയുക, ഇത്ര രൂപ തന്നില്ലേൽ അങ്ങനെ ഉണ്ടെന്ന്, ഇത്ര രൂപ തന്നില്ലേൽ ഞാൻ എന്ത് ചെയ്യില്ല, മീറ്റിങ്ങിന് പങ്കെടുക്കത്തില്ല. ഒരു കാര്യം വചനം വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന കാര്യമുണ്ട്, സൗജന്യമായി കിട്ടി അത് സൗജന്യമായിട്ട് കൊടുക്കുക. അമേൻ സ്വന്തം എന്തിനാ കാര്യം പറഞ്ഞതെന്നറിയാമോ? എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അകത്ത് അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. ഇന്ന് പല കണ്ടീഷൻ വെച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഐഡൻറ്റിറ്റി നമ്മൾ കളയുന്നുവെങ്കിൽ, നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തെ തകർക്കുന്നുവെങ്കിൽ നമ്മൾ തന്നെ അതിന് ഉത്തരവാദി. വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് ആ ഒരു തൃത്വത്തെക്കുറിച്ചുള്ള ഒരു കാര്യം, നമുക്ക് തൃത്വത്തിലൂടെയുള്ള ഒരു അനുഗ്രഹം. ഈ ഒരു കാര്യം നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇതിന് ശേഷം ഒരു നോട്ട് ഞാൻ തരും. അടുത്തൊരു കാര്യം, നമുക്ക് വിശ്വാസികളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കും. എന്താണ് വിശ്വാസികളുടെ ഐഡൻറ്റിറ്റി? ഇതെല്ലാം നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കാൻ പോവുക. അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്നുള്ളൊരു കാര്യം, അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് പരിശുദ്ധാത്മാവിലുള്ള മുദ്ര, ആത്മീകമായിട്ടുള്ള വിവേകം,
അതിൽ ദൈവത്തിൻ്റെ ശക്തി, ഇങ്ങനെ ചില കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ നിർത്തിയിട്ട് ഇനി നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങളുടെ പേപ്പർ എടുക്കണം. പേപ്പർ എടുത്തിട്ട് ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എഴുതണം. പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ ആണേ, ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പേപ്പറിൽ എന്നാ ചെയ്യണം? ഒറ്റ വാക്കിൽ നിങ്ങൾ എഴുതണം, നിങ്ങൾ ആരാന്നുള്ള കാര്യം എഴുതണം. ഒറ്റ വാക്കിൽ ഞാൻ എന്തോ സംഭവം തോന്നുകയാണ് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരുടെ പറയരുത് ഞാൻ എന്തോ സംഭവം എന്നുള്ള കാര്യം. നിങ്ങൾ എഴുതിയാട്ടെ നിങ്ങളുടെ മനസ്സിൽ എന്തോ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ചിന്തിക്കുവാണെങ്കിൽ അനിൽ മാത്യു എന്ന് പറയുന്നത് എൻ്റെ സഹോദരനാണ്. ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യനായിട്ട് കാണുന്നൊരു സഹോദരനാണ്. അനിൽ മാത്യു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ വരുന്നത്. ആ കാര്യം എന്ത് ചെയ്യുക? പേപ്പറിൽ എഴുതുക. അതേപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം എഴുതിയാട്ടെ. വരുന്ന കാര്യം എഴുതിയാൽ ആരെടുത്തും പറയരുത്. അത് ഞാനിപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പറയരുത്. എഴുതിയോ? എഴുതിയെങ്കിൽ മാത്രം എല്ലാവരും ഇനി കുറച്ച് ടൈം എൻ്റെ പ്രിയമുള്ളവരെല്ലാം ഒന്ന് ക്യാമറ ഓണാക്കി വയ്ക്കണം. പറ്റുന്നവരെല്ലാം ക്യാമറ ഓണാക്കണം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാമറ ഒന്ന് ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓണാക്കിക്കേ. ഐഡൻറ്റിറ്റി ഉള്ളവരൊക്കെ ഒന്ന് ക്യാമറ ഓണാക്കിക്കേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്യാമറ ഓണാകും. നമ്മൾ ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? ഒളിച്ചിരിക്കും. അപ്പോൾ ചിലതൊക്കെ ഒന്ന് പുറത്തു വരട്ടെ എന്ന് പറയുമ്പോൾ ഈ ലാസറിനോട് പറയുന്ന ലാസറെ പുറത്തു വാ. അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ, ഇവിടെ ഇങ്ങനെ ക്യാമറയൊക്കെ ആ സാഹചര്യം അനുവദിക്കാത്ത പ്രിയമുള്ളവരോടല്ല, സാഹചര്യം അനുവദിച്ചിട്ടും ക്യാമറ ഓഫാക്കിയിരിക്കുന്ന പ്രിയമുള്ളവരോട് ഒന്ന് പുറത്തു വരാമോ? ഞാൻ പല സൂം മീറ്റിങ്ങിലും പറയുന്നൊരു കാര്യമാണ്, ഈ കല്ലറയിലാണ് നമ്മൾ എന്ത് കാണുന്നത്? കല്ലറയിലാണ് വെളുത്ത അക്ഷരത്തിൽ കറുത്ത ബോർഡ് കാണുന്നത്. ഇന്ന് നമ്മുടെ സൂം മീറ്റിംഗ് പലതും കല്ലറയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്തോ പ്രത്യേകത എന്ന് വെച്ചാൽ ആളുണ്ടകത്ത്, പക്ഷെ പുറത്ത് കാണാൻ പറ്റുന്നില്ല. ജീവനുള്ളവരൊക്കെ ഒന്ന് പുറത്തു വന്നാട്ടെ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ വന്നെന്ന് ഞാൻ ചിന്തിക്കും. ഇനി നിങ്ങൾ ആ എഴുതിയ കാര്യമെല്ലാം ഒന്ന് ക്യാമറയിൽ എനിക്കൊന്ന് കാണിച്ചു തരാമോ? അത് ഞാൻ വായിക്കത്തില്ല, നിങ്ങൾ വിട്ടുപിടിച്ചാൽ മതി. ക്യാമറയിൽ നിന്ന് വിട്ടുപിടിച്ചാൽ മതി. ഒന്ന് കാണിച്ചാട്ടെ എഴുതിയ ഐഡൻറ്റിറ്റി, നിങ്ങൾ ആരാന്നുള്ള കാര്യം ഒന്ന് വിട്ടുപിടിച്ചാട്ടെ. നിങ്ങൾ കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ലോങ് ആയിട്ട് ഇങ്ങനൊരു രീതി പിടിച്ചാൽ മതി. ഓക്കെ, പല മുഖങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പല ഐഡൻറ്റിറ്റി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഒന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ രണ്ട് കാര്യം നമ്മൾ എഴുതിയേ, നമ്മൾ ആരാന്നുള്ള കാര്യം എഴുതി, ഇപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യവും എഴുതി. ഇടയ്ക്കൊക്കെ നമുക്കൊരു ചിന്ത വേണം, നമ്മളൊരു സംഭവമാണ്. ആരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാതെ ഇവിടെ തോളത്തേക്ക് ഒന്ന് കൈ തട്ടി പറയണം നീ ഒരു, അതെല്ലാവരുടെ മുന്നിൽ പറയരുത്. അത് നമ്മൾ എന്നാ ചെയ്യണം? ചില സമയത്ത് നമ്മളേക്ക് തോളത്തൊക്കെ കൈ തട്ടി പറയണം നീ ഒരു സംഭവമാണെന്ന് പറയണം. നമ്മൾ പറയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ മീറ്റിങ്ങിലാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല, ഡിപ്രഷൻ അടിച്ചവരൊക്കെ ഒന്ന് കര ഉയർത്തിയാട്ടെ. ഡിപ്രഷനിലൂടെ കടന്നു പോയവരൊക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആരും ഡിപ്രഷൻ അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പോട്ടെ, ഏകാന്തതയിലൂടെ കടന്നു പോയിരുന്ന കര ഉയർത്തിയാട്ടെ. അപ്പോൾ കുറച്ചും കൂടെ എണ്ണം കൂടും. നിങ്ങൾ ഈ ഏകാന്തതയിലൊക്കെ ഇരുന്നിട്ടെ, ഡിപ്രഷനൊക്കെ അടിച്ചിരുന്നിട്ടെ, ഷോക്ക് അടിച്ചിട്ട് നിങ്ങളുടെ മുഖം കണ്ണാടി നോക്കിയിട്ടുണ്ടോ? എന്താ ഭംഗിയില്ലേ! ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പല മുഖങ്ങളും ആ കണ്ണാടി കാണുമ്പോൾ ബാക്കി ഞാൻ ഫില്ല് ചെയ്തില്ല, നിങ്ങൾ ഫില്ല് ചെയ്തു. നമ്മുടെ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മുടെ ഒരു വിഷയം വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് കണ്ണാടി മുഖം നോക്കിയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ മുഖത്തിനൊരു തേജസ്സാണ്, ആ സമയത്ത് നമ്മുടെ മുഖത്തിനൊരു പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ രാത്രികാലം അമ്മ ശ്രദ്ധിക്കുന്നു, ഏതെങ്കിലും അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് രാത്രികാലമായിരിക്കുന്നുവെങ്കിൽ ആ ഒരു കാര്യം ഞാൻ അടുത്തൊരു മേഖലയിൽ ഞാനത് ടച്ച് ചെയ്യും. അമേൻ സ്വരം ചെയ്യുന്നു. അവരോട് ആ ഐഡൻറ്റിറ്റിയുടെ കാര്യം നിങ്ങളവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മളെ വാക്യത്തിലൂടെ ഒന്ന് ചില വാക്യങ്ങളിലൂടെ കടന്നു പോകുക. അതിൻ്റെ അമേൻ സ്വരം ചെയ്യുന്നു 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലൂടെ നമ്മൾ വരുന്ന സമയത്ത് അവിടെ കാണുന്നൊരു കാര്യമുണ്ട്, വിശുദ്ധന്മാർ എന്ന് പറയുന്ന കാര്യമുണ്ട്. 3-ാം വാക്യമല്ല, അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നൊരു കാര്യമാണ്. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. ഇനി പറയുന്ന കാര്യം നിങ്ങൾ ബോർഡിൽ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുവാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളായവർക്കും എഴുതുന്നത്. അപ്പോൾ പറയാൻ പറ്റുമോ ഞാനൊരു വിശുദ്ധനാണെന്ന് പറയാൻ പറ്റുമോ? അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷെ. നമ്മളാരും
എന്തല്ല? വിശുദ്ധരല്ല. പക്ഷെ നമുക്കിന്ന് പറയാൻ പറ്റുമോ കർത്താവ് എന്നെ വിശുദ്ധിയായിട്ട് കാണുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, യു ആർ സെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശുദ്ധരാ. പക്ഷെ നമ്മൾ പെർഫെക്റ്റ് അല്ല. ഇനി ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആ ഒരു രീതിയിൽ മാറ്റി മാറ്റി മുന്നോട്ട് പോകും. നമ്മൾ പെർഫെക്റ്റ് അല്ല. ഈ സഭയെക്കുറിച്ച് പറയുന്ന ഡെഫിനേഷനുണ്ട്. സഭ ചില പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. സെപ്പറേറ്റഡാ. പറയാൻ പറ്റുമോ കർത്താവ് ഞാൻ സെപ്പറേറ്റാന്ന്? പണ്ട് സെപ്പറേറ്റാന്നുള്ള ഒരു കാര്യം കൂടെ ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. പണ്ട് നമ്മൾ വിശ്വാസത്തിലൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര അഭിമാനത്തോട് പറഞ്ഞു ഭയങ്കര സെപ്പറേറ്റഡാന്നൊക്കെ. തൊട്ടടുത്ത വീട്ടിലൊരു കല്യാണം വന്നു. കല്യാണം വന്നപ്പോൾ അവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, എടാ നമുക്ക് എന്നാ ചെയ്യാം? ആ കൂട്ടുകാർ നല്ല എരിവ് കയറ്റിയിട്ട് നമുക്ക് പോയിട്ട് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പരിപാടി എനിക്ക് പറ്റിയ പരിപാടിയല്ല. ഇവന്മാരെന്ത് ചെയ്ത് വലിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടൊരു കുറച്ച് പാട്ടൊക്കെ ഇട്ടപ്പോൾ അറിയാതെ 2 സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ ഇട്ടു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയോട് അവിടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകൻ അവിടെ കിടന്ന് തുള്ളുന്നത് കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ മകൻ ആരാണ്? പെന്തക്കോസ്റ്റ് ആണോ? എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പോലും മറന്നുപോയി. എൻ്റെ നാട്ടുകാർക്കറിയാം ഞാൻ പെന്തക്കോസ്റ്റാന്നുള്ള കാര്യം. നമ്മുടെ തലമേലെ ഈ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് അന്ന് നമ്മൾ സെൽഫി എടുക്കാനുള്ള തിരക്കിലും ഡ്രസ്സ് മാറ്റാനുള്ള തിരക്കിലും അല്ലെങ്കിൽ നമ്മൾ സംതിങ് എന്തോ കാര്യമായ തിരക്കിൽ വിട്ടുപോയിട്ടുള്ള ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. സ്നാനപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച എന്നാണോ? അന്ന് തൊട്ട് ഒരു ലേബലാണ്. ആ ലേബലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ലേബല്, പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ലേബൽ നമ്മുടെ തലമേൽ കിടക്കുമ്പോൾ ആമേൻ സുരഞ്ഞു അവരും ഇവരും ചെയ്യുന്നത് കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അവരും ഇവരും നടക്കുന്നത് കൂടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ വലിയ വേദന ഉണ്ടാകും, വലിയ ഭാരം ഉണ്ടാകും, മനസ്സ് വല്ലാതെ തകർന്നിട്ടുണ്ടാകും. കർത്താവെ പലപ്പോഴും അവർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ് എന്നൊരു ബോധ്യം ഉണ്ടാകണം. അതാണ് എഫേസ്യ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ അരിത്തിമസിനെ നിങ്ങൾ അവൻ സേവിച്ചതാ, അവൻ സുരഞ്ഞു നിങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയതാ. പക്ഷേ നിങ്ങൾ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണ് എന്നൊരു ചിന്ത പറയുന്ന സമയത്ത് പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ പറ്റണം, കർത്താവെ ഞാൻ വേർപെട്ടതാ, പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ തുറന്ന് സമ്മതിക്കണം. അടുത്തൊരു കാര്യമുണ്ട്, അവർ കർത്താവിൽ വിശ്വസ്തരായ ആളുകളാണ്. നമുക്ക് വിശ്വസ്തയോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഞാനിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മളൊരു വിശുദ്ധനായിട്ട് മാറണ്ട. നമ്മൾ എന്നാ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ? ഞായറാഴ്ച വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ബൈബിളൊക്കെ പിടിച്ചു പോയി, മൊബൈലൊക്കെ പിടിച്ചു പോയി, ചർച്ചിനകത്ത് ചെല്ലുമ്പോൾ ആ അമ്മാമേ അച്ചായ എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ ചെയ്യുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ തോന്നിയ പോലെ നടന്നിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് അതിവിശുദ്ധനാകാൻ നിൽക്കരുത്. ആത്മീക ജീവിതം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയല്ല. ഞാൻ അതിനെ പറയുന്ന കാര്യം സൺഡേ ക്രിസ്ത്യൻസ് എന്നാ, അല്ലെങ്കിൽ ചർച്ചിയൻസ് എന്നാ. ചർച്ചിൽ വരുമ്പോൾ തൊട്ടടുത്തുള്ള അച്ചായനും അമ്മാമയും പറയും ഇവരെ പോലെ വിശുദ്ധനായ സഹോദരനോ സഹോദരിയോ ഇല്ല. പുറത്തോ കഴിഞ്ഞ ദിവസേ ഒരാൻറ്റി ഭയങ്കര അന്യഭാഷ സംസാരിക്കുക. ചർച്ചിനകത്തൊന്നും നല്ല അന്യഭാഷ സംസാരിക്കുക. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ സാക്ഷ്യം പറയുക, വീട്ടിൽ ഫുള്ള് അന്യായ ഭാഷയാണ്. വീട്ടിൽ ഫുള്ള് അന്യായ ഭാഷയാണ്. നമ്മൾ ഇടയ്ക്ക് അങ്ങനെ ആന്നേ. പുറത്ത് നല്ല ചർച്ചിനകത്തൊക്കെ വരുമ്പോൾ നമ്മൾ എയറിലാണ് തുള്ളുന്നതിനോ ചാടുന്നതിനോ ഒന്നും ഞാനെതിരല്ല. പക്ഷേ ഞായറാഴ്ച പള്ളി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നിട്ട് ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ അന്യായ ഭാഷയാണോ വരുന്നത്, അന്യഭാഷയാണോ വരുന്നത്? ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ആൻറ്റിമാരാണല്ലോ കൂടുതലിരിക്കുന്നത്, അപ്പോൾ അവർക്ക് കുറച്ച് കണക്ട് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. നമ്മുടെ കൂടെ ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്, അദ്ദേഹത്തെ ദാസന്മാരുണ്ട്. നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ അടുക്കളയിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഇതൊരു പ്രവചനമായിട്ടോ നിങ്ങൾ എടുക്കണ്ട, നിങ്ങളുടെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതം തന്നെയാണ്. പെട്ടെന്നായിരിക്കും നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തായാലും കാര്യം വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? യവന്മാർക്കൊന്നും വേറെ പണിയില്ലാന്ന് പറഞ്ഞിട്ട് പാത്രമൊക്കെ ആ അടുക്കളയിൽ നിന്ന് ഇടയ്ക്കൊരു സൗണ്ടൊക്കെ വരുമെന്നേ. ഈ ചട്ടിയും കലമൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. പക്ഷെ എപ്പോഴും തട്ടലും മുട്ടലാകരുത്. ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ നല്ല ആരാധനയാണ്. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുവാൻ വേണ്ടിയിട്ട്, ക്രിസ്തീയ ജീവിതം ഒരു അഭിനയ ജീവിതമല്ല. അതാദ്യം മനസ്സിലാക്കണം.
ക്രിസ്തീയ ജീവിതത്തെ അഭിനയ ജീവിതമായിട്ട് ഇന്ന് പലരും കാണുമ്പോൾ സ്റ്റേജുകളിൽ അവർ അഭിനയിക്കും. ബൈബിൾ കോളേജ് പഠിച്ചതുകൊണ്ട് ആ ഒരു കാര്യം കൃത്യമായിട്ട് സംസാരിക്കട്ടെ. എൻ്റെ കൂടെ റൂംമേറ്റ് ആയിരിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം സ്റ്റേജിലെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് തുള്ളിച്ചാടി ഭയങ്കര കാര്യമാണ്. ആ ടൈമിൽ ഞാൻ അവിടുത്തെ ഫ്ലോർ ലീഡറായിട്ട് കർത്താവിൻ്റെ കൃപയാൽ അവിടെ വർക്ക് ചെയ്യുന്നത്. രാവിലെ 5 മണിയാകുമ്പോൾ ഇവരെല്ലാം ചാപ്പലിന് എഴുന്നേൽപ്പിക്കണം. അതിന് ശേഷമായിട്ട് ഒരു മെഡിറ്റേഷൻ ടൈം വരും. ഇവരെല്ലാം കൂടി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇതൊക്കെ നോക്കിയാൽ പുള്ളിക്കാരൻ്റെ പരിപാടി വെച്ചാൽ പുള്ളിക്കാരൻ ആ ടൈമിൽ കിടന്ന് ഉറങ്ങും. ഈ യോനയ്ക്കും പറ്റിയതാ. യോന എന്നാ ചെയ്തു? അത്രയും വലിയ പ്രശ്നം വരുമ്പോൾ ഞാൻ ചിന്തിക്കുക, പുള്ളിക്കാരൻ എങ്ങനെ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? പുള്ളിക്കാരങ്ങനെ കിടന്ന് ഉറങ്ങുക. പക്ഷേ ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. മത്സ്യത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവൻ പ്രാർത്ഥിച്ചു. ചില സമയത്ത് ഉണർന്നിരിക്കേണ്ടടുത്ത് നമ്മൾ ഉണർന്നിരിക്കണം. അഭിനയമാകില്ല ക്രിസ്തീയ ജീവിതം കേട്ടോ. ഇത് പറയുമ്പോൾ കുറച്ച് വേദന തോന്നുമെങ്കിലും ഇന്ന് പലതും കാട്ടിക്കൂട്ടായ്മകളും പ്രഹസനവുമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയമുള്ളവരുടെ ആത്മാവിൽ ഞാനൊരു ആലോചന കൈമാറട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കണ്ടിട്ട് ഒരു മനുഷ്യനും പറയരുത് അവരൊരു അഭിനേതാവാണെന്ന്. നമ്മുടെ സഭയുടെ അകത്ത് ഇന്ന് വളരെ അഭിനേതാക്കളുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. അഭിനേതാക്കൾ എന്ന് പറയാൻ കാരണം, പാസ്റ്ററെ കാണുമ്പോൾ നല്ല അഭിനയമാണ്, സഹവിശ്വാസിയെ കാണുമ്പോൾ നല്ല അഭിനയമാണ്. എന്നിട്ട് കർത്തൃമേശ വരുമ്പോൾ കർത്തൃമേശയ്ക്ക് ചുംബനം കൊടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം അഭിനയമായിട്ട് മാറുമ്പോൾ നമ്മളൊരു വിശുദ്ധരാകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെ ക്രമീകരിക്കുക. എഫേസ്യ ലേഖനത്തിന് നമ്മൾ തുടക്കത്തിലൂടെ കയറുമ്പോൾ ദൈവാത്മാവ് കൂടിയാണ് നമ്മൾ വിശുദ്ധരാ. അഭിനയം വേണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളൊരു വിശുദ്ധനായിട്ട് മാറാൻ വേണ്ടി നിൽക്കേണ്ട. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്? നമ്മളെല്ലാം തെറ്റിപ്പോയിട്ടുണ്ടെന്നേ. പക്ഷെ അതിൻ്റെ കുറ്റബോധം പേറി ഇന്ന് ഇരിക്കരുത്. ആദ്യത്തെ ഒരു വാക്ക് അവിടെ വിശുദ്ധന്മാർ എന്ന് പറയുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യത്തിലൂടെ ഞാൻ കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ളൊരു തലമാണ്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. 3-ാമത്തെ വാക്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും, ശകലയല്ല, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സഡ് എന്ന് പറയുന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ബ്ലെസ്സഡാണ്. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്? പലപ്പോഴും നമ്മൾ മറന്നു പോവുക കേട്ടോ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അടുത്ത കാര്യം എന്താണെന്നറിയാമോ? എന്നിട്ട് പറയുമോ, ക്രിസ്തുവേശുവിലുള്ള സകല അനുഗ്രഹങ്ങളാൽ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുക. അടുത്തൊരു വാക്ക്, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്നല്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, വി ആർ ബ്ലെസ്ഡ്. പറയാൻ പറ്റുമോ? ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പണ്ട് നവോമിയോട് ചോദിച്ച പുള്ളിക്കാരെ പറയും, എൻ്റെ പേര് നവോമി, മാധുര്യം എന്നൊക്കെയാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അവൾ പറയുക എൻ്റെ പേര് മാറ എന്നാണെന്ന്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമുക്കിട്ടിരിക്കുന്ന ചില പേരുകൾക്ക് മാറ്റം വരണം. നമുക്കിട്ടിരിക്കുന്ന ചില ലേബലുകൾക്ക് മാറ്റം വരണം. ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നൊരു കാര്യം പറയുമ്പോൾ ആ ഒരു കാര്യത്തിന് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്, ക്രിസ്തീയ ജീവിതം അനുഗ്രഹം നേടാൻ ശ്രമിക്കുന്ന ജീവിതമല്ല, ക്രിസ്തുവിൽ ഇതിനകം ലഭിച്ച അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ജീവിതമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരായ നമ്മൾ അനുഗ്രഹത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അനുഗ്രഹം നമ്മളെ തേടി വരും. ഇന്ന് ദൈവസഭയുടെ അകത്ത് അനുഗ്രഹ പ്രസംഗകർക്ക് കുറച്ച് ചാൻസ് കൂടുതലാണ്. അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് സ്റ്റേജ് കൂടുതലാണ്. പക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ, അനുഗ്രഹം ക്രിസ്തുവേശുവിലാകണം. അനുഗ്രഹം മെറ്റീരിയൽ ബ്ലെസ്സിങ്സിലാകരുത്. ഇന്ന് പണമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്തീയ ലോകത്തെ കാണുമ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. എന്താ ബിസിനസ്സിൻ്റെ പ്രത്യേകത? പല കാര്യങ്ങൾ ഒരു ബിസിനസ്സായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അതിനൊരു ബിസിനസ്സാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പണ്ട് ചെയ്തൊരു കാര്യം, ഇതിനെ കള്ളന്മാരുടെ ആക്കുന്നു എന്ന് പറഞ്ഞ് അവരെ എന്ത് ചെയ്ത് പുറത്താക്കി. ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. കസേര കളിയാണ്. ഈ കസേരകളി എവിടെ നിന്ന് കാണാൻ പറ്റും? നമ്മുടെ ചർച്ചിനകത്ത് കാണാൻ പറ്റും. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ കുമ്പനാട് 100-ാമത്തെ കൺവെൻഷന് സ്റ്റേജ് ഡ്യൂട്ടി എനിക്ക് കിട്ടിയത്.
അപ്പോൾ ഇത്രയും തലവേദന പിടിക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നുള്ള കാര്യം കണ്ടതുകൊണ്ട് ആദ്യം നമ്മൾ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ ആൻറ്റി പറഞ്ഞു അത് തന്നെ ചെയ്യണോ എന്ന് പറഞ്ഞു. കൺവെൻഷൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം 150 കസാര സ്റ്റേജിൽ. കൺവെൻഷൻ കഴിയാൻ നേരത്ത് 150, 180 കസാരയായി. കസാര ഓരോ ദിവസം കൂടിക്കൂടി വരിക. ഇന്ന് നമ്മുടെയൊക്കെ ചർച്ചിനകത്ത് കസാരകളി നടത്തിയാൽ പോലും എല്ലാവരും ജയിക്കും. കാരണം അത്രയും കസാര ഇന്ന് നമ്മുടെ അകത്ത്. ആത്മീക ലോകം ഒരു കസാര കളിക്ക് വേണ്ടിയുള്ള ഓട്ടമാകുമ്പോൾ നിത്യത എന്ന് പറയുന്ന ഒരു കാര്യം പലരും വിട്ടുപോകുക. ആത്മീക ലോകത്തിനകത്ത് ഇന്ന് അത്തരത്തിലുള്ള പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കസാര കളി കളിക്കാനുള്ള ഇടമല്ല ആരാധന എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ തുറന്ന് സംസാരിച്ചോട്ടെ. നമ്മുടെ ചർച്ചിനകത്ത് ഇന്ന് കസാരയിലല്ല നമ്മൾ ഇരിക്കുന്നത്. നല്ല കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുട്ടിലായിരുന്നത്. പക്ഷേ ഞാൻ ഇനി പറയുന്ന കാര്യം അത് ഒത്തിരി ദൈവാത്മാവരോട് ഇടപെട്ട ഒരു കാര്യമാണ്. കസാരയിൽ നമ്മളിരിക്കുമ്പോൾ ബൈബിൾ കൊണ്ടുപോയിട്ട് കാലിൻ്റെ ചോട്ട് വെക്കരുത്. നമ്മൾ കസാരയിൽ ഞെളിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ബൈബിൾ കാലിൻ്റെ ചോട്ടിലാണ്. തെറ്റ്. നമ്മൾ ഇരിക്കുമ്പോൾ കസാരയെ നമ്മൾ ഇരിക്കുന്നെങ്കിൽ ആ ബൈബിളിന് പ്രാധാന്യം കൊടുക്കണം. ഞാൻ മിക്കവാറും ചെയ്യുന്ന കാര്യമാണ്. ബൈബിൾ എൻ്റെ മടിയിലേ ഞാൻ വയ്ക്കുള്ളൂ. നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ ഇടാനുള്ളതല്ല ബൈബിള്. ചിലർക്ക് ബൈബിള് തലവണയുടെ ചോട്ടിലാണ്, രാത്രി പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഇടയിൽ അങ്ങനെ ആരും ഇല്ലയെന്ന് ഞാൻ ചിന്തിക്കുക. രാത്രി എന്തെങ്കിലും സ്വപ്നം കണ്ട തലവണയുടെ അടിയിൽ ബൈബിളാണ്. ഇത് ജീവൻ്റെ പുസ്തകമാണ്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ഞാൻ എൻ്റെ ബൈബിളിനെ ഏറ്റവും സ്നേഹിക്കുന്നതുള്ളൂ. ഇത് കുറേ പൊട്ടി അങ്ങ് എത്തി. പക്ഷേ ഈ ബൈബിള് ഇത് എന്നെ നന്നായിട്ട് അറിയുന്ന ബൈബിളാണ്. ചില സമയത്ത് ഞാൻ ഇതിനെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. ഒരമ്മ ആശ്ലേഷിക്കുന്നത് പോലെ, ആരെങ്കിലുമൊക്കെ നമ്മൾ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീലാണ്. ഇത് ജീവനുള്ള വചനമാണ്. ഇത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. അങ്ങനെ ഈ ശ്വാസത്തെ നമ്മുടെ കാലിൻ്റെ ചോട്ടി കൊണ്ടിടാനുള്ള സ്ഥലമല്ല ഇത്. വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം വചനത്തിന് കൊടുക്കണം. കസാരയിൽ ഇരിക്കുന്നതിനൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ നമ്മുടെ കാലിൻ്റെ ചോട്ടിലല്ല വചനം കൊണ്ടിടേണ്ടത്. പ്രിയമുള്ളവരെ, ഈ കാര്യം ഞാൻ തുറന്നു പറയുന്നതില അല്പം വേദന എനിക്കുണ്ട്. ഇന്ന് ആത്മീക ലോകത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബൈബിള് ചുമ്മാ ചുമന്നുകൊണ്ട് നടന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. ബൈബിൾ വായിക്കണം. ഒരിക്കലും ബൈബിൾ കോളേജിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ കുറേ അനുഭവങ്ങളാണ്. ഒരു സഹോദരൻ ലൈബ്രറിയിൽ ഇരുന്ന് രാത്രി 8 തൊട്ട് 9:15 വരെ നമുക്ക് ലൈബ്രറിയാണ്. അദ്ദേഹം ഇരുന്ന് രാമായണം വായിക്കുമോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചേ, അല്ല സുഹൃത്തെ, താങ്കൾ ഈ രാമായണം എന്തിനാണ് വായിക്കുന്നത്? അപ്പോൾ പുള്ളി എനിക്കന്ന് ഉത്തരം, നമ്മളെ ഹിന്ദുക്കളുടെ അടുക്കലോട്ടൊക്കെ പോകുമ്പോഴേ അവർക്ക് രാമായണത്തിൽ നിന്ന് എന്തെങ്കിലും സംശയം വന്നാൽ അപ്പോൾ ഞാൻ ചോദിച്ചു ബൈബിൾ വായിക്കുന്നതോ? ആ ബൈബിള് പിന്നെയാണേലും നമ്മുടെ പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ കണ്ട എല്ലാ കഥകളും വായിക്കും, കണ്ട എല്ലാ നോവലുകളും വായിക്കും, കണ്ട എല്ലാ കാര്യങ്ങളും വായിക്കും. എന്നിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരുടെയും എല്ലാ ബൈബിൾ നോക്കിയാൽ സങ്കീർത്തനം ഇങ്ങനെ വീർത്ത് തള്ളി നിൽക്കും. കുടുംബ പ്രാർത്ഥനയ്ക്ക് നോക്കിയ 2 സങ്കീർത്തനം നമ്മൾ പലരും എടുക്കാറുള്ളത്. 117, 133. 119 സങ്കീർത്തനം നമ്മൾ വായിക്കാറുണ്ടോ? അതിൽ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ വചനം നമ്മുടെ പാതയ്ക്ക് വെളിച്ചമാണെന്ന് പറയുന്നത്, പാതയ്ക്ക് ദീപമാണെന്ന് പറയുന്നത് അല്ലേ? നമ്മളിൽ പലതും ഇങ്ങനെ അറിയുള്ളവരെ. എന്ന സംഭവം എന്ന് വെച്ചാൽ വചനം അത് കേവലം ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി വായിക്കുവാനുള്ള കാര്യമല്ല. ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ ദൈവവചനമാകുമ്പോൾ ഈ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവഭക്തനായ പുരുഷൻ അവൻ ആർ, അല്ലെങ്കിൽ യഹോവ ഭക്തനായ പുരുഷൻ ആർ. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു തരും. വചനം പറയുക. ജീവിതത്തിനകത്ത് ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും മതിയാകുമെന്ന് പറയുവാൻ സാധിക്കണമെങ്കിൽ വചനം വായിക്കണം. രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ യഹോവ എന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറയണമെങ്കിൽ വചനം വായിക്കണം. എന്തിനാ? ജീവിതത്തിൽ ഈ വചനമൊക്കെയാ പ്രിയമുള്ളവരെ നമ്മുടെ ചില ഏകാന്തതകളകത്ത് നമ്മെ പണിയുന്നത്. ആരുമില്ലാതെ ഇരിക്കുമ്പോൾ വചനം വായിക്കണം. ഞാൻ പലപ്പോഴും അനുഭവിച്ചൊരു കാര്യമാണ്. ചില സമയത്തൊക്കെ ചങ്ക് തകർന്നിരിക്കുമ്പോൾ എൻ്റെ വചനം ഞാൻ തുറക്കുമ്പോൾ, ഈ എൻ്റെ വചനമല്ല ദൈവത്തിൻ്റെ വചനം തുറക്കുമ്പോൾ, എൻ്റെ ആ ബൈബിൾ ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവാത്മാവിനോട് ഇടപെടും. ഒരിക്കലും പണ്ട് ഒത്തിരി നാളുകൾക്ക് മുമ്പ് വിശ്വാസത്തോട് വന്ന സമയമോ, അന്ന് ഞങ്ങൾ സ്കൂളിലോട് നടന്നു പോകുമ്പോൾ ഒരു ഷോർട്ട് കട്ടും ഉണ്ട്, നല്ലൊരു റോഡും ഉണ്ട്. ഈ ഷോർട്ട് കട്ടിലൂടെ പോയ പെട്ടെന്ന് എത്തും, പക്ഷെ അവിടെ മൊത്തം പട്ടികളാണ്. അപ്പോൾ പേടിച്ചാണ് പോകുന്നത്. അന്ന് അത് പിന്നീടാണ് മനസ്സിലായേ. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പേടിച്ച് പോകുമ്പോൾ ഒരു വാക്ക് കേട്ടു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. പിന്നെ ചില നാളുകൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വചനം എന്നുള്ള കാര്യം. പ്രിയമുള്ളവരെ, വചനം അത് ജീവിപ്പിക്കുന്നതാണ്.
വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാര്യമുണ്ട്, വായിക്കുന്നവൻ, വായിച്ച് കേൾക്കുന്നവൻ, അത് പ്രമാണിക്കുന്നവൻ ഒക്കെ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ ഈ വചനം ജീവനുള്ളതാണെങ്കിൽ അതിനാലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അല്ലാതെ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും സുഖ സൗകര്യങ്ങൾ കൊണ്ടല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടത്. വചനത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഞാനൊരു കാര്യം കൈമാറാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം സംസാരിക്കട്ടെ പ്രിയമുള്ളവരെ. ചില സാഹചര്യത്തിലൊക്കെ നമ്മൾ വല്ലാതെ തകർന്നു പോകുമ്പോഴും ഈ വചനത്തെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ വചനം നമ്മെ പണിയും. ആ വചനം പണിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വരുന്നത്. ഒരു പ്രസംഗകന്റെ പ്രസംഗം എത്ര ടൈം നമുക്ക് കേൾക്കാൻ പറ്റും? അതിന് പരിമിതിയുണ്ട്. എന്നാൽ ദൈവവചനം, ജീവിപ്പിക്കുന്ന വചനമാ, അത് നിമിത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കപ്പെടണം. അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണുവാൻ സാധിക്കും. എന്തുവാ കാണുവാൻ സാധിക്കുന്നത്? കാറുകൾ തകർന്ന് കിടക്കുന്ന ഒരു രംഗം. അപ്പോൾ ഇവിടെ എനിക്ക് നമ്മുടെ ഇതിൻ്റെ കൺക്ലൂഡിങ് സെക്ഷനോട് വരുക. എനിക്ക് പ്രിയമുള്ളവരുടെ ചില ഉത്തരങ്ങൾ എനിക്ക് വേണം. ഈ ആക്സിഡൻറ്റ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ എന്താ വരുന്നത്? ഈ ആക്സിഡൻറ്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ എന്തോ വരുന്നത്? എന്തേലും വരുന്നുണ്ടോ മനസ്സിലോട്ട്? എന്താ നമ്മുടെ മനസ്സിലോട്ട് ഈ ഒരു ചിത്രം കാണുമ്പോൾ വരുന്ന ചിന്ത? അപകടം സംഭവിച്ചിട്ടുണ്ട്, പലരും നോക്കി നിൽക്കുന്നുണ്ട്, വണ്ടി ഡാമേജ് ആയിട്ടുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ആക്സിഡൻറ്റ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട്, ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ചിന്ത എന്തുവാ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെ ഞാനിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പറയാൻ പറ്റുമോ? ഒന്നും വരുന്നില്ല. ഈ ആക്സിഡൻറ്റിൻ്റെ ഇമേജ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്ത വരുന്നുണ്ടോ? എന്തെങ്കിലും ചിന്ത വരുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ കുഴപ്പമില്ല. ആ ഉത്തരം പറയാൻ നിങ്ങൾ കാണിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. കാലത്തിന്റെ അന്ത്യം എന്ന് നമുക്ക് പറയാം. അയ്യോ കർത്താവേ എന്താണ് ആ വ്യക്തിക്ക് സംഭവിച്ചത് എന്നൊരു ചിന്ത നമുക്ക് വരാം. നല്ല ഉത്തരവോ വേറെ എന്തെങ്കിലും ഉത്തരവോ ഒരാൾക്കും കൂടി ഞാനൊരു ചാൻസ് തരാം. ഒരു ഇല്ലുസ്ട്രേഷനിലൂടെ എനിക്കൊരു വഴി തെറ്റിപ്പോയി അല്ലേ? കാര്യമൊക്കെ ശരിയാണ്. ഇനി ഈ ഇമേജ് നമ്മളെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇമേജിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചപ്പോൾ ചിലർ വേദനിച്ചു, ചിലർ തകർന്നു, ചിലർ കരഞ്ഞു. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? അടുത്തൊരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ചിന്തിക്കുക. അടുത്ത ഇമേജ് കാണുന്നൊരു കാര്യം എങ്ങനെയാണ്? ആ കാറ് ഡാമേജ് ആയിട്ട് പൊടി പിടിച്ച് കിടക്കുക. ആരും ഉപയോഗിക്കുന്നില്ല, ആരും കാണുന്നില്ല, എല്ലാവരും മറന്നുപോയി. അങ്ങനെ ആ കാറ് ഇരിക്കുന്നത് പോലെ ദൈവാത്മാവിൽ ഞാനൊരു കാര്യം സംസാരിക്കട്ടെ. ചില അപകടങ്ങൾ നിമിത്തമായിട്ട്, ചില ആക്സിഡൻറ്റുകൾ നിമിത്തമായിട്ട് നമ്മളിൽ ചിലത് തെറ്റിപ്പോയെന്ന് ചിന്തിക്കുകയാണ്, നമ്മളിൽ ചിലത് വീണ് പോയെന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഒരു മനുഷ്യൻ അദ്ദേഹം എന്തു ചെയ്തു? ആ കാറിന് ഒരു വാല്യൂ കൊടുത്ത് അദ്ദേഹം ആ കാറിനെ റിപ്പയർ ചെയ്യാൻ പോകുകയാണ്. അടുത്തൊരു ഇമേജ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. തകർന്ന കാറും അതിനുശേഷമായിട്ട് റിപ്പയർ ചെയ്ത കാറും. നമ്മുടെ ജീവിതത്തിനകത്ത് ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനോട് കടക്കാൻ പോവുക. ഈ സെക്ഷൻ്റെ ക്ലാസ്സിൻ്റെ ഒരു കൺക്ലൂഡിങ് സെക്ഷനോട് ഞാൻ വരാൻ പോവുക. നമ്മളിൽ പലതും ഇതുപോലെ ആക്സിഡൻ്റ് ആയ കാറുകൾ കൂട്ടിയിടിച്ചിട്ടുണ്ട്, രക്തം ഒഴുകിയിട്ടുണ്ട്. ചില പുതിയ കാറൊക്കെ വാങ്ങിയിട്ട് ആദ്യം തട്ടുമ്പോൾ അത് മനസ്സിൽ വേദനയാണ്. ചില മനസ്സിനകത്ത് വേദനകളുണ്ട്. മാനസികമായിട്ട് ഭയങ്കര തകർന്നായിരിക്കുന്നത്. എൻ്റെ സഹോദരൻ പ്രിയ അനിൽ ബ്രദർ, അദ്ദേഹം ഈ അടുത്ത പുതിയൊരു കാറ് വാങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ വില അറിയാം. പുതിയ കാറാണ്. ഇനി നമ്മൾ അടുത്ത ഈ ഒരു അധ്യായത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കാറുകളെ കുറിച്ചാണ്. ഈ അധ്യായത്തിൽ കാറുണ്ടോ? എഫിഎസ് ലേഖനത്തിൽ കാറുണ്ടോ? എഫിഎസ് ലേഖനത്തിൽ കാറില്ല എന്നായിരിക്കും നമ്മുടെ ചിന്ത. പക്ഷെ കാറുണ്ട്. ആ കാറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാറല്ല, കാറുകൾ. CARS. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം അതാണ്, കാർസ്. കാറുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ കാര്യം CARS ഫുൾ ഫോം ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾ ഇരിക്കൂ. ഒന്നാമത്തെ C, ചൂസൺ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. CARS എന്ന് നിങ്ങൾ മുകളിൽ മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷമായിട്ട് ഞാൻ പറയുന്ന ആ കാര്യം ഒന്ന് പ്രിയമുള്ളവർ നോട്ട് ചെയ്യുക. CARS 4ാമത്തെ വാക്യം തൊട്ട് 13ാമത്തെ വാക്യം വരെ. C എന്ന് പറഞ്ഞാൽ ചൂസൺ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. അടുത്തത് A എന്ന് പറഞ്ഞാൽ അഡോപ്റ്റഡ്, ദത്തെടുക്കപ്പെട്ടവർ. R എന്ന് പറഞ്ഞാൽ റെഡീംഡ്, വീണ്ടെടുക്കപ്പെട്ടവർ. S എന്ന് പറഞ്ഞാൽ സീൽഡ്, മുദ്രയിടപ്പെട്ടവർ. ഒന്നുകൂടെ ഞാൻ പറയാം. 1 ചൂസൺ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. 2
അഡോപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ദത്തെടുക്കപ്പെട്ടവർ. 3 റെഡീംഡ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ടവർ. 4 സീൽഡ് എന്ന് പറഞ്ഞാൽ മുദ്രയിടപ്പെട്ടവർ. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആദ്യത്തെ ചില കാര്യങ്ങളൊന്ന് പറയട്ടെ. ചൂസൻ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഈ ലോകത്ത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്വമായ നമ്മളെ തിരഞ്ഞെടുത്തു. ഈ ലോകത്ത് പലതും ഉണ്ടായിട്ടും ദൈവം പലതിനെയും തള്ളിക്കൊണ്ട് നമ്മളെ തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കണം, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. അത് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നത് കൊണ്ട് ഒത്തിരി ഡീപ്പായിട്ട് ഞാൻ അതിലൂടെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ചൂസൺ, വി ആർ ദ ചൂസൺ പീപ്പിൾ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. നമ്മുടെ ജാതി, നമ്മുടെ വർഗം, നമ്മുടെ വർണ്ണം, നമ്മളായിരിക്കുന്ന ജെൻഡർ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. പറയാൻ പറ്റൂ, കർത്താവെ അങ്ങനെ തിരഞ്ഞെടുത്തത് കൊണ്ട് നന്ദി. വി ആർ ദ ചൂസൺ പീപ്പിൾ. നന്ദിയുണ്ടോ? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ. രണ്ടാമത്തെ കാര്യം അഡോപ്റ്റഡ്. എന്തോ അതിൻ്റെ പ്രത്യേകത? ദത്തെടുക്കപ്പെട്ടവർ. അത് 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുക. എന്തോ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഒരു കാലഘട്ടത്തിൽ അടിമത്തത്തിൽ കിടന്ന, ആ അർത്തിമസിൻ്റെ അടിമത്തത്തിൽ കിടന്ന ആ ദൈവജനത്തെ തിരിച്ചെടുത്തപ്പോൾ അവിടെ ചൊരിഞ്ഞു ദത്തെടുത്തത് ചൊരിഞ്ഞു അതിൻ്റെ പാപത്തിൽ നിന്നും അതിൻ്റെ സകല അവസ്ഥകളിൽ നിന്നാണെങ്കിൽ നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മളെ ദത്തെടുത്തു. പറയാൻ പറ്റുമോ? ദത്തെടുത്തപ്പോൾ നമുക്കൊരു പുതിയ ഐഡൻറ്റിറ്റി നൽകി. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ഐഡൻറ്റിറ്റി. ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തെ നിങ്ങൾ ദൈവമായിട്ട് കാണരുത്. അപ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ നമ്മുടെ ദൈവത്തെ ദൈവമായിട്ട് കാണുമ്പോൾ നമ്മൾ പ്രശ്നം വരുമ്പോൾ മാത്രമേ പോകത്തുള്ളൂ. ദൈവത്തെ ഒരു അപ്പനായിട്ട് കാണാം, ദൈവത്തെ ഒരു സുഹൃത്തായിട്ട് കാണാം, ദൈവത്തെ ഒരു മാതാവായിട്ട് കാണാം. ഇന്നേക്ക് 18 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭൂമിയിലെ പിതാവ് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ അന്ന് തൊട്ട് വിളിക്കുന്നത് അപ്പ എന്നാണ്. ചില സമയത്ത് ചങ്കൊക്കെ തകർന്നിട്ട് ഒറ്റ വിളി അപ്പ. അവരൊറ്റ വിളിയുടെ അകത്ത് വലിയ അർത്ഥമുണ്ട്. നമ്മൾ ദൈവത്തെ ദൈവമായിട്ട് കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വലിയ തകർച്ച വരുന്നത്. ദൈവത്തെ ഒരു അപ്പനായിട്ട് കാണാം. ദൈവത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഞാൻ അവിടുത്തെ അമേശ രൂപേണ ആണെങ്കിലും ഞാൻ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മ 3 കാര്യങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്നൊരു പേര്. കർത്താവിനെ ഞാൻ അപ്പ എന്ന് വിളിക്കും, പരിശുദ്ധാത്മാവിനെ ഞാൻ ബ്രോ എന്ന് വിളിക്കും. ഞാൻ വിളിക്കുന്ന കാര്യമോ? നിങ്ങൾ വിളിച്ചാലും വിളിച്ചില്ല, അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ദൈവത്തെ ഞാൻ പപ്പ എന്ന് വിളിക്കും. അപ്പ, ബ്രോ, പപ്പ, ബന്ധുവാണ്. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് വേണ്ടിയിട്ട് രക്തം ഒലിച്ച് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന യേശുവിനെ നമ്മൾ വിളിക്കുന്നില്ലെങ്കിൽ ദത്തെടുത്തതാ. കഴിവുണ്ടായിട്ടൊന്നുമല്ല, നമ്മുടെ യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. പക്ഷെ നമ്മളെ തിരഞ്ഞെടുത്തതാ. ആ തിരഞ്ഞെടുത്ത് എന്തിനെന്നറിയാമോ? അതുകൊണ്ടാണ് വളരെ മനോഹരമായ ബൈബിളിൽ ഒരു കാര്യം, 3-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ലോകത്തെ സ്നേഹിച്ച ഒരു പിതാവ്. എന്തുകൊണ്ടാണ് ലോകത്തെ സ്നേഹിച്ചേ? ലോകത്തിൽ നമ്മളുള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ദത്തെടുക്കപ്പെട്ടവരാ. അടുത്തൊരു കാര്യം, 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നൊരു കാര്യം, റെഡീംഡ്, വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ കർത്താവ് അതിനൊരു വില കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാനൊരു കാര്യത്തെ അത് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവർക്ക്, നിങ്ങൾക്ക് ബുക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബുക്കിൻ്റെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് ഒന്ന് എടുത്തിട്ട് ആ പേജ് മാത്രം എന്നെ ഒന്ന് ക്യാമറയിൽ കാണിക്കണം. ഒന്നും എഴുതാത്തൊരു പേജ്, ഒരു ബ്ലാങ്ക് പേജ്. ഓക്കെ, ആ പേജിൻ്റെ അകത്ത് എന്തില്ല? നമ്മുടെ പേരില്ല. ഇനി എല്ലാവരും ആ പേജിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ പേരെന്ന് എഴുതിക്കേ. അതിൻ്റെ ടോപ്പിലായിട്ട് ആ പേരെന്ന് എഴുതിക്കേ. ഇനി അതൊന്ന് ക്യാമറയിൽ കാണിച്ചേ. പ്രിയമുള്ളവരെ, നമ്മുടെ പേരെഴുതിയപ്പോൾ അത് ആരുടെ ബുക്കായി, ആരുടെ പേജായി? നമ്മുടേതായി. എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വില നൽകിയത് കൊണ്ട്. അദ്ദേഹത്തിന് വില നൽകേണ്ട വല്ല കാര്യമുണ്ടോ? പഴയ നിയമത്തിൽ കാണുന്ന കാര്യം, ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 1,00,000 ചില്ലാൻ ആളുകൾ എന്ത് ചെയ്തു? വീണുപോയില്ലേ? കർത്താവിന് വേണമെങ്കിൽ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കായിരുന്നില്ലേ? ദൂതൻ ഇറങ്ങട്ടെ,
ക്രൂശീകരണം വേണ്ടാന്ന്. എന്തിനാ വില നൽകിയെന്നറിയാമോ? ഈ ലോകത്തിൽ നമുക്ക് വില നൽകാതിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വില നൽകിയ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്, ആ കാറിൻ്റെ ലോഗോയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ബെൻസ എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വണ്ടി ഓടിക്കുന്ന പ്രിയ അനിൽ ബ്രദറെ, നമ്മൾ ബെൻസ എന്നുള്ള കാര്യം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എങ്ങനെയത് തിരിച്ചറിയാൻ പറ്റുമോ ബെൻസ എന്നുള്ള കാര്യം? കാറ് കാണുമ്പോൾ നമുക്ക് അറിയണമെങ്കിൽ ഇന്ന കാറ് ബെൻസാണ്, ഇന്ന കാറ് BMW എന്ന് പറയുന്നത് എങ്ങനെയാ? അതിന്റെ കളർ കൊണ്ടാണോ? ചിഹ്നം. ആ സിമ്പിൾ കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അത് ബെൻസാന്ന് മനസ്സിലാകുന്നത്. ആ സിമ്പിൾ ഇല്ലേലോ അതൊരു കാറാ, കാറാന്ന് മനസ്സിലാകത്തില്ല. പ്രിയമുള്ളവരെ, നമുക്കൊരു വിലയുണ്ട്. ആ വില നമ്മളായിട്ട് കളയരുത്. നമ്മുടെ വില പലപ്പോഴും നമ്മളാ കളയുന്നത്. നമ്മുടെ വില നമ്മൾ കളയുമ്പോൾ ക്രിസ്തുവിന്റെ വിലയാണ് നമ്മൾ കളയുന്നത്. ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി വില നൽകിയിരിക്കുന്നു. ലാസ്റ്റ് വാക്ക് കാസ്, CARS. 1 ചൂസൺ, 2 അഡോപ്റ്റഡ്, 3 റെഡീംഡ്, 4ാമത്തെ കാര്യം സീൽഡ്, മുദ്രയിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് മുദ്രയിട്ടേക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആ ഒരു മുദ്ര എന്ന് പറഞ്ഞാൽ പുതിയ ഐഡന്റിറ്റിയാ. നമ്മൾ ആ ബുക്കിന്റെ പുറത്ത് നമ്മുടെ പേരെഴുതിയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച ഈ കുപ്പി, ആ കുപ്പിക്ക് പുറത്തൊരു ലേബൽ ഇല്ലായിരുന്നു. പക്ഷെ ആ ലേബൽ ഒട്ടിച്ചപ്പോൾ അതിനൊരു ഐഡന്റിറ്റി വന്നതുപോലെ കർത്താവ് നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇനി നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ? നേരത്തെ നിങ്ങളൊരു ഐഡന്റിറ്റി ടാസ്ക് ചെയ്തില്ലേ? ആ പേജിലോട്ട് പോകണം. ആ പേജിലോട്ട് പോയിട്ട് ഇനി ഞാൻ കാണിക്കുന്ന ഒരു കാര്യം അവിടെ നിങ്ങൾ എഴുതണം. എന്നാ സംഭവം എന്നറിയാമോ? ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളൊരു വാക്ക് നിങ്ങൾക്ക് എഴുതാം. നമ്മൾ എഴുതിയ നമ്മുടെ ഒരു വീക്ക് പോയിന്റാ. ഐ എം നോട്ട് ഗുഡ് ഇനഫ്. ഞാൻ നല്ലതല്ല. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം എഴുതാൻ പറ്റണം. ചൂസൺ ആണോ, റെഡീംഡ് ആണോ, അക്സെപ്റ്റഡ് ആണോ, അല്ലെങ്കിൽ ചൈൽഡ് ഓഫ് ഗോഡ് ആണോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം കാർസ്, ചൂസൺ, അഡോപ്റ്റ്, അടുത്ത വാക്ക് റെഡീംഡ്, ലാസ്റ്റ് വാക്ക് സീൽഡ്. എഴുതാൻ പറ്റുമോ? നമുക്ക് ഒന്ന് ആ ഒരു കാര്യത്തിൽ എഴുതാൻ പറ്റുമോ? നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ വീക്കാന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, നമുക്കൊരു കാസ് ഉണ്ട്. ആ കാറിൻ്റെ പ്രത്യേകത കൂടെ വളരെ വേഗത്തിൽ പറഞ്ഞ് ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തോടെ ഞാൻ വരാൻ പോവുക. ആക്സിഡൻ്റ് ആയ ഒരു കാറ്, തകർന്ന ഒരു കാറ്, രൂപമില്ലാത്തൊരു കാറ്. ഇനി ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാന്നറിയാമോ? ഇതുപോലെ കാറ് അബണ്ടൻ ആയതുപോലെ നമ്മൾ അബണ്ടൻ ആയിരുന്നു. ആ സമയത്ത് ഒരു വ്യക്തി വന്ന് പറയുകയാണ്, എനിക്ക് ഈ കാറ് വേണം. അദ്ദേഹം എന്ത് ചെയ്തു? ആ കാറ് അതിനെ തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുകയാണ്. തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അതിന് വേണ്ടതായ മോഡിഫിക്കേഷൻസ് ചെയ്യുകയാണ്. അദ്ദേഹം അതിനെ എന്ത് ചെയ്യുകയാണ്? നന്നാക്കി എടുക്കുകയാണ്. നന്നായിട്ട് അതിനുവേണ്ടി കാര്യങ്ങളെ ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് താൻ ആ കാറിനെ രജിസ്റ്റർ ചെയ്യുകയാണ്. എന്താണ് രജിസ്ട്രേഷൻ? ഇത് എൻ്റെ കാറാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ FSC ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റിയാണ് കർത്താവായ യേശു ക്രിസ്തുവിലുള്ളത്. ഒരു പക്ഷേ നമ്മൾ അമേൻ സുറിഞ്ഞ് ഇന്ന് ആയിരിക്കുന്ന സാഹചര്യത്തിൽ പല സീലുകൾ നമുക്ക് ഉണ്ടാകും. അമേൻ സുറിഞ്ഞ് പല ലോകമിട്ടിരിക്കുന്ന പല മേഖലകളുണ്ടാകും. പല ഡാമേജസ് ഉണ്ടാകും. പക്ഷേ ഇന്ന് രാത്രിക്കാലം നമ്മളെ റിസ്റ്റോർ ചെയ്യുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. വളരെ വേഗത്തിൽ ഞാൻ ആ ഒരു കാര്യത്തിൽ ഒന്ന് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഇനിയുള്ള കാര്യം ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അമേൻ സുറിഞ്ഞു കർത്താവിന്റെ ദാസ് ഒരു 10 മിനിറ്റുള്ളിൽ ഞാൻ നിർത്താം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ദിവസമാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. എന്തുവാ ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പോൾ നിർത്താൻ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ആ ഒരു കാര്യത്തെ കൺക്ലൂഡ് ചെയ്യാം. എന്തുവാ ചെയ്യേണ്ടത്? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് തീർത്താൽ മാത്രമേ അടുത്ത ദിവസം 2-ാം അധ്യായത്തിൽ പോകാൻ പറ്റുള്ളൂ. ഈ കാര്യത്തെ ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 15 തൊട്ട് 19 വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് കാണുവാൻ സാധിക്കുന്നത്. ആ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അവരുടെ കണ്ണുകൾ എന്ത് ചെയ്യണം? തുറക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ അമേൻ സുറിഞ്ഞത് 15 തൊട്ട് താഴോട്ട് വായിച്ചു വരുന്ന സമയത്ത് അവിടെ കാണുന്നത് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്:
യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൽ വല്ലഭത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന്. ഈ രാത്രികാലം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മുടെ ആത്മീക കണ്ണുകൾ തുറക്കണം. നമ്മുടെ ആത്മീക കണ്ണ് തുറക്കണം. എന്തിനാ? പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, അമേൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ദൈവവും മഹത്വമുള്ള പിതാവായവൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയ ദൃഷ്ടി തുറക്കണം. എലീശയോട് ഒരിക്കൽ ബാലിക്കാരൻ വന്ന് പറയുക, അല്ല യജമാനനെ, നമ്മുടെ വീടിന് ചുറ്റും ചില ശത്രുക്കൾ നിൽക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെലിവറൻസിൻ്റെ ഒരു ഇതിലോട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ അവസാന ഭാഗത്തോട് വരുന്നത്. അദ്ദേഹം പറയുക, ചുറ്റപ്പെട്ട് കിടക്കുക, ഭയങ്കര സൈന്യമാണ്. പക്ഷേ എലീശ പ്രാർത്ഥിക്കുക, കർത്താവേ, അവൻ്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ. ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാനൊരു കാര്യം തുറന്ന് പറയട്ടെ. നമ്മുടെ അകക്കണ്ണ് തുറന്നാൽ നമ്മുടെ മുന്നിലെ വിഷയങ്ങൾ വലുതായിട്ട് നമ്മൾ കാണത്തില്ല. നമ്മുടെ അകക്കണ്ണ് തുറന്നാൽ നമ്മുടെ മുന്നിലെ ഭാരങ്ങൾ നമ്മൾ വലുതായിട്ട് കാണത്തില്ല. നമ്മുടെ അകക്കണ്ണ് തുറന്നാൽ നമ്മുടെ മുന്നിലെ രോഗം നമ്മൾ വലുതായിട്ട് കാണത്തില്ല. അമേൻ സ്തോത്രം. ഒന്നുകൂടെ വ്യക്തമായിട്ട് ആ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ അമേൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട് വരുന്ന സമയത്ത് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 19-20 വാക്യത്തിലൂടെ അമേൻ സ്തോത്രം ഈ ക്ലാസ്സിൻ്റെ ഒരു കൺക്ലൂഡിങ് ഭാഗത്തോട് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്: വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്, അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. അതിന് അമേൻ ഞാനിവിടെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ആഴമായിട്ടുള്ള ആത്മീകമായ മർമ്മങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭയത്തിൻ്റെ മേലൊരു ശക്തിയുണ്ട്, നമ്മുടെ പാപത്തിൻ്റെ മേലൊരു ശക്തിയുണ്ട്. നമ്മുടെ ശക്തിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ശക്തിയുണ്ട്. അടുത്ത വാക്ക്, നമുക്ക് വിജയം നൽകുവാൻ ആ ഒരു കാര്യത്തിന് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് തകർന്നിരിക്കുന്ന, ഐഡന്റിറ്റി ഇല്ല എന്ന് ചിന്തിക്കുന്ന ആ വിഷയത്തെ നോക്കി ആത്മാവിൽ നിന്ന് പറയാൻ പറ്റുമോ? യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു രക്തത്താൽ എനിക്ക് സകലത്തെയും അതിജീവിക്കുവാനുള്ള ശക്തിയുണ്ട്, സകലത്തെയും കീഴ്പ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്. അത് കഴിഞ്ഞ് അമേൻ സുറിഞ്ഞു. അതിൻ്റെ ലാസ്റ്റ് 21-23 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിനും മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതം ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്കും കൊടുക്കുകയും ചെയ്യും. എന്തുവാ പ്രത്യേകത? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, കാൽ കീഴാക്കി. ആ ഒരു കാര്യത്തെ ഒരു വാക്യത്തിലൂടെ ഞാനൊന്ന് കണക്ട് ചെയ്യട്ടെ. യോശുവയുടെ പുസ്തകം അതിൻ്റെ അമേൻ സുറിഞ്ഞു 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു കാര്യം കാണുവാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം അമേൻ സുറിഞ്ഞു റെഫറൻസ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് പറയാം. അവിടെ കാണുന്നൊരു കാര്യം ഇങ്ങനെയാ. അമേൻ സുറിഞ്ഞു അതിൻ്റെ അമേൻ സുറിഞ്ഞു 10-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. യോശുവ 10-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ആ വാക്കിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ച് തന്നോട് കൂടെ പോയ പടജനത്തിൻ്റെ അധിപതിമാരോട് അടുത്ത് വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അമേൻ സ്തോത്രം, ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ സകല അധികാരത്തിനും മുകളിലായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നാമമുണ്ട്, യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമത്തിന് ഇന്ന് നമ്മൾ നേരിടുന്ന സകല വിഷയത്തെയും നേരിടുവാൻ സാധിക്കും. അമേൻ, നമ്മൾ കടന്നു പോകുന്ന സകല വിഷയത്തിനകത്തും അമേൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്കും ഈ ഭൂമിയിലുള്ള ഒരു മണ്ഡലത്തിനും ഈ ഭൂമിയിലുള്ള ഒരു തന്ത്രങ്ങൾക്കും ഈ ഭൂമിയിലുള്ള ഒരു മതത്തിനും ഈ ഭൂമിയിലുള്ള ഒരു ഇസത്തിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മാറ്റുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? എന്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം? എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു വിശുദ്ധനാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. മൂന്നാമത്തെ കാര്യം, എനിക്കൊരു കാസ് ഉണ്ട്. എന്ത്? ഞാൻ ചൂസനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ഞാൻ അമേൻ അഡോപ്റ്റഡ്, ദത്തെടുക്കപ്പെട്ടവൻ. ഞാൻ റെഡീംഡ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവൻ. ഞാൻ സീൽഡ്,
എന്ന് പറഞ്ഞാൽ പേരില്ലാതിരുന്ന നമുക്ക്, ഐഡന്റിറ്റി ഇല്ലാതിരുന്ന നമുക്ക് പുതിയ ഐഡന്റിറ്റി നൽകിയൊരു മുദ്രയിട്ട യേശുവിൻ്റെ നാമത്തിൽ ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാ: എല്ലാ അധികാരത്തിനും മുകളിലാ. അത് തന്നെയാ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം. എല്ലാ മുഴങ്കാലം മടങ്ങുന്ന നാമം, ആ നാമം യേശുവിൻ്റെ നാമമാണെങ്കിൽ ഇന്ന് നമ്മളെ തകർക്കുന്ന, ഇന്ന് നമ്മെ ഒതുക്കുന്ന എത്ര വലിയ ആത്മീക മേഖലകളുടെ അമേൻസ്വരം ചെയ്യുന്നു അതിൻ്റെ അകത്തും എത്ര വലിയ തടസ്സത്തിൻ്റെ അകത്തും നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാമോ? നമ്മളൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുകയാ. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ സമയത്ത് ക്യാമറ